എല്ലാവർക്കും നമസ്കാരം. മാള ഗ്രാമപഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലൈംലൈറ്റ് നടത്തുന്ന 9-ാം വാർഡിൻ്റെ സ്ഥാനാർത്ഥി സംഗമമാണ്. അതായത് ഡിബേറ്റ്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇവർ വിജയിക്കുകയാണെങ്കിൽ നാടിനു വേണ്ടി എന്തൊക്കെയാണ് നമ്മുടെ ഈ സ്ഥാനാർത്ഥികൾ ചെയ്തു കൊടുക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ആദ്യമായി ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. അതിനായി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന 4 സ്ഥാനാർത്ഥികളാണ്. CPM-ൻ്റെ സുരേഷ് ബാബു ഈ ഒരു പ്രോഗ്രാമിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ ജിനേഷാണ്. നമസ്കാരം, ഞാൻ ജിനേഷ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കോട്ടവാതിൽ 9-ാം വാർഡിൽ മത്സരിക്കുകയാണ്. അടുത്ത നമ്മുടെ സ്ഥാനാർത്ഥി മാള ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മാള 9-ാം വാർഡിൽ മത്സരിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ മാളയിലെ സുപരിചിതനായ TP രവീന്ദ്രൻ. നമസ്കാരം, ഞാൻ TP രവീന്ദ്രൻ. ഞാൻ ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് 9-ാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ ഇത്തവണ മത്സരിക്കുന്നത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജോയി ചേരിയക്കര. അതായത് 2020 മാള ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായിട്ട് 2020 മത്സരിക്കുകയാണ്. അപ്പോൾ 2020യുടെ സ്ഥാനാർത്ഥിയാണ് ജോയി ചേരിയക്കര. നമസ്കാരം, ഞാൻ ജോയ് ചേരിയക്കര, 9-ാം വാർഡിൽ നിന്ന് 2020 പാർട്ടിക്ക് വേണ്ടി മാങ്ങ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ പ്രസ്റ്റോ സെൽവൻ, മാളയിലെ നിത്യസഞ്ചാരിയാണ്, എല്ലാവർക്കും സുപരിചിതനായ പ്രസ്റ്റോ സെൽവനാണ്. ഇദ്ദേഹം BJP സ്ഥാനാർത്ഥിയായിട്ടാണ് നമ്മുടെ ഈ 9-ാം വാർഡിൽ മത്സരിക്കുന്നത്. പ്രസ്റ്റോ സെൽവനെ പരിചയപ്പെടുത്തുന്നു. നമസ്കാരം, എൻ്റെ പേര് പ്രസ്റ്റോ സിൽവൻ ഇലഞ്ഞിക്കൽ. മാള ഗ്രാമപഞ്ചായത്തിലെ കോട്ടവാതിൽ 9-ാം വാർഡായ കോട്ടവാതിൽ നിന്നും ഇപ്രാവശ്യം BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുന്നു. അപ്പോൾ എല്ലാവരും നമ്മൾ പരിചയപ്പെട്ടു. ഇനി ആദ്യമായിട്ട് നമ്മൾ ചോദിക്കാൻ പോകുന്നത് UDF-ൻ്റെ സ്ഥാനാർത്ഥിയായ ജിനേഷിനോടാണ്. ജിനേഷ്, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഈ പറയുന്ന വാർഡിൽ 9-ാം വാർഡിൽ താങ്കൾ നേരത്തെ, അതായത് 16-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്നു. താങ്കൾ നേരത്തെ എവിടെയായിരുന്നു? നേരത്തെ 17-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്നു. ഈ 17-ാം വാർഡിന്റെ 70% വോട്ടുകളും ഒരു 15% വോട്ടുകൾ 8-ാം വാർഡിൽ നിന്നും ഒരു 15% വോട്ടുകളും 9-ാം വാർഡിൽ നിന്നും വന്നിട്ടുള്ള പുതിയ വാർഡാണ് മാള ഗ്രാമപഞ്ചായത്തിലെ 9 നമ്പറായിട്ടുള്ള കോട്ടവാതിൽ വാർഡ്. അതിൽ 2015-20 കാലഘട്ടത്തിൽ ഞാൻ പഞ്ചായത്ത് ജനപ്രതിയായിട്ട് 17-ാം വാർഡിലുണ്ടായിരുന്നു. അന്ന് 5 വർഷം നമ്മൾ പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചതിൻ്റെ ആത്മവിശ്വാസമാണ് എൻ്റെ കൈമുതൽ. അത് തുടർന്നും എന്നെ ഈ വാർഡിലേക്ക് മത്സരിക്കുന്നതിനും ജനങ്ങളെ സേവിക്കുന്നതിനും വേണ്ടി ഞാൻ വന്നത്. ഇപ്പോൾ നിലവിലിപ്പോൾ താങ്കൾ ഈ വാർഡുകളെല്ലാം തന്നെ പരിചയമുള്ള ഒരാളാണ് അല്ലേ? പരിചയമുണ്ട്. അപ്പോൾ നിലവിലിപ്പോൾ താങ്കൾ ഈ വീടുകളെല്ലാം തന്നെ കയറി ഇറങ്ങുമ്പോൾ, അതായത് വോട്ടുമായി ബന്ധപ്പെട്ട് എല്ലാവരും സന്ദർശിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് താങ്കൾ ജയിക്കുമെന്ന് എന്താണ് അവർ പറയുന്ന ഒരു മറുപടി? അതായത് താങ്കൾ ചെല്ലുമ്പോൾ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ഭരണവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? കഴിഞ്ഞ കാലത്ത് ഞാൻ മെമ്പറായിരിക്കുന്ന സമയത്ത് ഞാൻ രാഷ്ട്രീയ ഭേദമന്യേ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ഉറപ്പാണ് എനിക്ക് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഏതൊരു സമയത്തും വിളിച്ചാലും ലൈവായി അവരുടെ കൂടെ തന്നെ നിൽക്കാനും അവരുടെ സുഖദുഃഖങ്ങളിലും മറ്റ് പ്രശ്നങ്ങളിലും, അന്ന് നമുക്ക് പ്രളയമുണ്ടായി, കോവിഡ് ഉണ്ടായി, ആ സമയങ്ങളിലൊക്കെ തന്നെ അവരുടെ ഒപ്പം നിൽക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രളയ സമയത്ത് 5 ദിവസം ക്യാമ്പിൽ മാള സെൻറ് ആൻ്റണീസ് ഹൈസ്കൂളിൽ പ്രവർത്തിച്ച് 600ഓളം പേര് ഉണ്ടായിരുന്ന ക്യാമ്പിൽ 5 ദിവസം പ്രവർത്തിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും, കോവിഡ് സമയത്ത് 100 കണക്കിന് ആളുകൾ എൻ്റെ പ്രദേശത്ത്, എൻ്റെ വാർഡിൽ കോവിഡ് വന്ന് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സമയത്ത് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയും, അവരെ വീടുകളിൽ സാധാരണക്കാരായ ജനങ്ങൾ നിൽക്കുമ്പോൾ അവരെ മറ്റു ഷെൽട്ടറിലേക്ക് മാറ്റാനായിട്ടുള്ള നടപടികൾ അന്നത്തെ HI ആയിരുന്ന വേണു സാർ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ഭരണ നേതൃത്വം അങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ ഷെൽട്ടറിലേക്ക് മാറ്റുകയും ആ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള അവശ്യ സാധനങ്ങൾ നൽകുന്നതിന് വേണ്ടി എല്ലാ ദിവസവും നമ്മളിറങ്ങി അവർക്ക് വേണ്ടിയിട്ടുള്ള കിറ്റും സാധന സാമഗ്രികളും വാങ്ങി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളും ദൈനംദിനമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു നമ്മുടെ പ്രാദേശിക ഭരണകൂടമാണ് ഒരു പഞ്ചായത്ത്. ആ പഞ്ചായത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കൊടുക്കാൻ തന്നെ നമ്മൾ കൃത്യമായി അവർക്ക് അപേക്ഷ പൂരിപ്പിച്ച് നൽകുകയും, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, അതായത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ അന്നത്തെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ അന്ന് TM പ്രതാപനും MLA ആയിരിക്കുന്ന കൊടുങ്ങല്ലൂർ MLA ആയിരിക്കുന്ന സമയത്ത്
ഞങ്ങളുടെ പ്രദേശത്തിന് വേണ്ടി 1 കോടി രൂപ സ്വയം പര്യാപ്ത ഗ്രാമം എന്ന പദ്ധതിയിലൂടെ നമുക്ക് അനുവദിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മാള ഗ്രാമപഞ്ചായത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ആ സ്വയം പര്യാപ്ത ഗ്രാമത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഈ 17-ാം വാർഡിലാണ്. അതിൽ ചെറിയൊരു കാര്യമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഭരണം മാറുകയും പിന്നീട് ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ ആ സ്വയം പര്യാപ്ത ഗ്രാമത്തിൻ്റെ പേര് മാറ്റി അംബേദ്കർ ഗ്രാമം എന്ന പേരിലേക്ക് മാറ്റിയത് കൊണ്ട് നമുക്കൊരു 14 ലക്ഷം രൂപ എക്സ്പെൻഡിച്ചർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് 2 പദ്ധതികൾ നമുക്കവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ആ 14 ലക്ഷം കൂടിയും അന്നത്തെ ഇടതുപക്ഷ സർക്കാർ നമുക്ക് അനുവദിച്ചിരുന്നെങ്കിൽ ഈ 100% സ്വയം പര്യാപ്ത ഗ്രാമത്തിൻ്റെ പദ്ധതി വീതം ചെലവഴിക്കുന്ന ആദ്യത്തെ കേരളത്തിലെ ഒരു വാർഡായി ഇത് മാറിയേനെ. നിലവിൽ ഇപ്പൊ ഈ പ്രതാപൻ ഇവിടെ ജയിച്ച MLA ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ജലനിധി എന്നൊരു പദ്ധതി നമ്മളിവിടെ കൊണ്ടുവന്നത്. അത് എത്രത്തോളം ഇപ്പോൾ സുഗമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്? ജലനിധി പദ്ധതി എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിന്റെയും KRWSയുടെയും സഹായത്തോടു കൂടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ്. പഞ്ചായത്തിന്റെ കോൺട്രിബ്യൂഷനും ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കളിൽ നിന്നും കോൺട്രിബ്യൂഷൻ എടുത്തിട്ടുള്ള സംയുക്ത മൾട്ടി-GB പദ്ധതിയാണ്. 6 പഞ്ചായത്തുകൾക്ക് കൂടിയിട്ട് ഗുണകരമായ രീതിയിലുള്ള പദ്ധതിയാണ്. ആ പദ്ധതി വൈന്തലയിലുള്ള നിലവിലുള്ള വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് സ്റ്റേഷനും അവരുടെ കൊടുവത്തുന്നിലുള്ള 30 ദശലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്കുണ്ട്. ആ വാട്ടർ ടാങ്കിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് പഞ്ചായത്തുകളിൽ വാട്ടർ ടാങ്ക് ഉണ്ടായില്ല. വെള്ളാങ്കല്ലൂർ, പൊയ്യയിലും കൂടൂർ വാട്ടർ ടാങ്കില്ല. അന്നാമലയുടെ പണിതു. അതുപോലെ തന്നെ മാളയ്ക്ക് ഓൾറെഡി കൊടുവത്തുന്നിൽ ടാങ്ക് ഉള്ളതുകൊണ്ട് അവിടെ പണിയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. പുത്തഞ്ചിറ ടാങ്ക് പണിതു. അതുപോലെ വെള്ളാങ്കല്ലൂർ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു സംവിധാനങ്ങൾ ഒരുക്കി. കാരണം ഒരുവിധം ഭൂപ്രദേശമുള്ള ഈ മൾട്ടി-GB പദ്ധതിയിലെ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലാണ് കൂടുതൽ കൺസ്യൂമേഴ്സ് ഉള്ളത്, ഗുണഭോക്താക്കൾ കൂടുതലുള്ളത്. അപ്പോൾ അവിടെ ഒരു ബൂസ്റ്റിംഗ് പദ്ധതി ഉണ്ടായിരുന്നു. ഇതിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ വൈന്തല പമ്പിംഗ് സ്റ്റേഷനിൽ ഏകദേശം 15 ദശലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു പ്യൂരിഫയർ സിസ്റ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 21 ദശലക്ഷമാക്കി ഉയർത്തുകയും അതിലേക്കുള്ള ഗ്രാവിറ്റി ലൈൻ കൃത്യമായി കൊടുവത്തുനിന്ന് ടാങ്കിൽ എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് വിതരണം നടത്തുന്ന ഒരു പദ്ധതിയാണത്. ആ പദ്ധതിയിൽ അന്നത്തെ പദ്ധതി പ്രകാരം KRWSയുടെയും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഏജൻസിയാണ് KRWSയുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ പോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളും മറ്റ് സാനിറ്റേഷൻ പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു സർക്കാർ ഏജൻസി തന്നെയാണ് KRWS. അപ്പോൾ അതിൽ അന്ന് നടപ്പിലാക്കാനായിട്ട് നമ്മൾ പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതി പ്രകാരം അന്ന് ഗുണഭോക്താക്കൾക്ക് പട്ടികജാതി വിഭാഗത്തിന് 1000 രൂപയും മറ്റുള്ളവർക്ക് 2500 രൂപയായിരുന്നു നമ്മുടെ ഗുണഭോക്തൃ വീതം പ്രഖ്യാപിച്ചത്. പിന്നെ നിലവിൽ എക്സ്റ്റൻഷൻ കണക്ഷൻ ഉണ്ടായ ആളുകൾക്ക് 100 രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കാമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെ മറ്റു വാപ്കോസ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് അതിന് വേണ്ടിയിട്ടുള്ള വാട്ടർ അതോറിറ്റിയിൽ റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനീയേഴ്സിൻ്റെ ഗ്രൂപ്പായിട്ടുള്ള ആളുകളാണ് ഇതിന് ഡിസൈൻ ചെയ്തത്. ആ വാട്ടർ അതോറിറ്റിയുടെ അവരുടെ ഈ നിലവിലുള്ള ഈ സ്കീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കൂടുതൽ പൈപ്പുകൾ സ്ഥാപിച്ച് വെള്ളം എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയെന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇത് വാട്ടർ അതോറിറ്റിയുടെ മായും സഹകരിച്ചുകൊണ്ടാണ്. മറ്റു സ്ഥലത്ത് ജലനിധി ഒറ്റയ്ക്ക് തന്നെയാണ് പമ്പിംഗ് സ്റ്റേഷനും നമ്മളെ പ്യൂരിഫിക്കേഷനും ഒക്കെ ഉള്ളത്. ഇവിടെ മൾട്ടി-GB പദ്ധതി കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പദ്ധതിയാണ് മാള മൾട്ടി-GB പദ്ധതി. ആ പദ്ധതി വളരെ ഗുണകരമായ രീതിയിൽ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമായിരുന്ന സ്ഥിതി അതിൻ്റെ നടത്തിപ്പിലെ പോരായ്മ മൂലം, അത് കൃത്യമായി അതിൻ്റെ വാൽവുകൾ സ്ഥാപിക്കാത്തതിന് മൂലം, മറ്റു പൈപ്പുകൾ മറ്റു സ്ഥലങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ലൂപ്പ് ചെയ്തുകൊണ്ട് അതായത് ഇപ്പോൾ ഒരു വെള്ളം റെഡ്യൂസ് ചെയ്ത് വരണം ഒരു പമ്പിൽ നമ്മൾ വരുന്ന അങ്ങനെ കൂടുതൽ ഇപ്പോൾ 400 ഒരു DI പൈപ്പും അതിൽ നിന്ന് കുറച്ച് കൊണ്ടുവരുമ്പോഴുള്ള പ്രഷർ ഉണ്ടാവുക. ആ പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇത് കമ്മീഷൻ ചെയ്ത ആളുകൾക്ക് കൃത്യമായുള്ള ഒരു അവബോധം ഉണ്ടാകാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഈ വെള്ളം കൃത്യമായി കൊടുക്കാൻ സാധിക്കാത്തത്. അപ്പോൾ എന്തായാലും താങ്കൾ പറഞ്ഞ കാര്യം മനസ്സിലായി. അടുത്തത് നമ്മുടെ TP സംസാരിക്കട്ടെ. അപ്പോൾ മാള ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു TP. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പം നിലവിൽ സ്വതന്ത്രനായിട്ട് നിൽക്കുകയാണ്. വാർഡുകളിൽ ചെല്ലുമ്പോൾ നമ്മളുമായി ജനങ്ങളിപ്പോൾ പുതിയൊരു ഒറ്റയാൻ എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ ജനങ്ങളുമായി സംബന്ധിച്ച് പോകുന്നത്. എങ്ങനെയാണ് ജനങ്ങൾ താങ്കളോട് ഇപ്പോൾ സംസാരിക്കാനും അതുപോലെ തന്നെ വിജയിക്കുമെന്നൊരു ധാരണ താങ്കൾക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ജനാധിപത്യ പോരാട്ടത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്കൊരു ആശങ്കയും ഈ കാര്യത്തിലില്ല. കാരണം ഈ പറയുന്ന 9-ാം വാർഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രദേശം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ 3 ടൈമുകളിൽ ഞാൻ പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയായിട്ടുണ്ട്.
എൻ്റെ 27ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് മാള ഗ്രാമപഞ്ചായത്തിലേക്ക് ഈ വാർഡുമായി ബന്ധപ്പെടുന്ന സ്ഥലത്തുനിന്ന് ജയിക്കുക. അത് 1998 കാലഘട്ടത്തിലാണ് ഞാനതിൻ്റെ ഭാഗമായിട്ട് 87 കാലഘട്ടത്തിൽ ഞാനത് വരുന്നു. രണ്ടാമത് വരുന്ന 2005-2010 കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ആ രീതിയിലേക്ക് ഉത്തരവാദിത്തത്തിലേക്ക് വന്നതും ഈ പറയുന്ന 9ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്തു നിന്നാണ് ഞാൻ ജയിച്ചത്. അതിനുശേഷം മാള ബ്ലോക്കിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രവർത്തനം അതിൻ്റെ ഭാഗം നടത്താൻ കഴിഞ്ഞത് ഈ പറയുന്ന പ്രദേശത്ത് നിന്ന് തന്നെയാണ്. ഞാൻ ഈ പറയുന്ന ബ്ലോക്കിലേക്ക് അതിൻ്റെ ഒരു ഡിവിഷൻ, ആ ഡിവിഷനിൽ ഒരു വാർഡ് ഇതിൽ നിന്നായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഞാൻ 8ാം വാർഡിൽ നിന്ന് എൻ്റെ വാർഡ് വിജയിച്ച് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായത്. അപ്പോൾ ഇത്രയും 4 ടേമിൽ അതിൻ്റെ മേൽ 3 ടേമും പൂർണ്ണമായും ഈ വാർഡിൽ നിന്നാണ് ഞാൻ എൻ്റെ വാർഡ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ളത് ചില ആശയപരമായിട്ടുള്ള ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് ഞാനിവിടെ അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നില്ല. എന്നെ സംബന്ധിച്ചോളം ഈ കഴിഞ്ഞ 46 വർഷക്കാലമായി ഈ പൊതുസമൂഹത്തിൽ എളിയ ഒരു സാമൂഹ്യ പ്രവർത്തനമായി ഞാൻ നിലനിൽക്കുന്നുണ്ട്. മാളയിലെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മാത്രമല്ല, മാളയിലെ പൂർണ്ണമായിട്ടുള്ള പ്രദേശങ്ങളിലും ഒരുവിധം ആൾക്കാർ, ഞാൻ അഹങ്കാരത്തോടെ പറയുന്നതല്ല, എന്നെ സംബന്ധിച്ച് അറിയാവുന്ന ആൾക്കാരാണ്. കാരണം അവരുടെയൊക്കെ തന്നെ ദൈനംദിന പ്രശ്നങ്ങളിലോ ഒക്കെ തന്നെ ഒരു ചെറുതായിട്ടുള്ള ഇടപെടൽ ഉണ്ടാക്കാൻ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ഞാൻ ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ മുഖങ്ങളും എനിക്ക് പരിചയപ്പെട്ടാണ്, എല്ലാ വീടുകളും എനിക്ക് പരിചയപ്പെട്ടാണ്. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ അവരോട് ചേർന്ന് നിന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എനിക്ക് തെരഞ്ഞെടുപ്പ് വലിയ ഒരു ബാലികേറാമലയല്ല. താങ്കൾ ഭരണത്തിലിരിക്കുമ്പോൾ, അതായത് താങ്കളുടെ വാർഡാണല്ലോ നിലവിൽ കഴിഞ്ഞ ടേമിൽ 9ാം വാർഡായിരുന്നത്, എന്തൊക്കെ വികസനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു? അല്ല, അതിൽ വികസനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്തായി മാള അടയാളപ്പെട്ടു കഴിഞ്ഞു. കാരണം മാളയുടെ എല്ലാ പറയുന്ന ഗ്രാമീണ മേഖലകളും പട്ടണവൽക്കരിക്കപ്പെട്ടു. ഒരു മുനിസിപ്പാലിറ്റിയിലേക്ക് മാള മാറുകയാണ്. അത്രയും രീതിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മാറ്റങ്ങളിലേക്ക് മാറി, വികസനങ്ങളായി. അതിൽ ചെറിയൊരു പ്രശ്നം മാത്രമേ ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുള്ളൂ. മാളയിലെ വരുന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഈ 2025-26 വർഷത്തെ പദ്ധതികളോടുകൂടി മാളയിലെ ഏതാണ്ട് എല്ലാ റോഡുകളിലും പണി പൂർത്തീകരിക്കും. എല്ലാ റോഡുകളിലും 2 വിഷയങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളൂ. ഒന്ന് കുന്നത്തുകാട്, മറ്റേ വടമ കുന്നത്തുകാട് റോഡ്. അതിന്റെ പോയിട്ട് ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയം, അത് PWD ഏറ്റെടുക്കണം. കാരണം ഇതിപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ കയ്യിലാണ്. ജില്ലാ പഞ്ചായത്തിന് പരിമിതികളുണ്ട്. ഈ പറഞ്ഞ ജില്ലയിലെ ആ രീതിയിലൊക്കെയുള്ള മുഴുവൻ പ്രദേശത്തെയും വികസനം വരുമ്പോൾ ഒരു ഭരണകൂടത്തിന് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇപ്പോഴത് എടുത്തിട്ടുണ്ട്, എൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്, ഈ വാർഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്ന് ഇത് ജില്ലാ പഞ്ചായത്തിന്, രണ്ടാമത് ഈ വാർഡുമായിട്ട് ബന്ധപ്പെടുന്ന വരുന്നത് നമ്മുടെ കിഴക്കേങ്ങാടി റോഡാണ്. അതും ജില്ലാ പഞ്ചായത്തിന്റെ തന്നെ. അപ്പൊ ഞാൻ ഒരു പ്രപ്പോസലായിട്ട് ഭാഗമായിട്ട് വയ്ക്കുന്നത്, അത് മാള ഗ്രാമപഞ്ചായത്ത് തിരിച്ചു തരാം. ജില്ലാ പഞ്ചായത്ത് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആ പറയുന്ന മറ്റേ കിഴക്കേങ്ങാടി റോഡ്, അത് ഇപ്പോൾ ഒരു ഇതിലേക്കുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് പണികളൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് മാള പഞ്ചായത്തൊക്കെ ആയിട്ട് ഇടപെട്ട്, ബഹുമാനപ്പെട്ട MLA ഒക്കെ ആയിട്ട് ഇടപെട്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും പൂർണ്ണമായും എല്ലാ കാലത്തും അത് പൂർണ്ണമായി സംരക്ഷിച്ചു നിർത്തണമെങ്കിൽ മാള ഗ്രാമപഞ്ചായത്ത് പണമുണ്ട്. മാള പഞ്ചായത്ത് ചെറിയ പഞ്ചായത്തൊന്നുമല്ല, വലിയ വരുമാനമുള്ള തനത് പണവും അതുപോലെ തന്നെ പദ്ധതി വിഹിതങ്ങളുമുള്ള വലിയ പഞ്ചായത്താണ് മാള. അതിന് ഈ പറഞ്ഞ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയും. പക്ഷേ അവിടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് മാള പഞ്ചായത്തിന് ഒരു പൈസ പോലും അതിലെടുത്ത് വെക്കാൻ കഴിയും. റോഡ് മാത്രമാണോ അവിടെ ഒരു വികസനം എന്ന് പറയാൻ പറ്റില്ല? അതിൽ വരുന്നത് കാർഷിക മേഖലയുടെ, ഇപ്പോൾ മാള പഞ്ചായത്തിന്റെ കാർഷിക മേഖല എന്ന് പറയുമ്പോൾ നമ്മളെ ഈ പറയുന്ന ഈ കേരളത്തിലെ 1000 വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതിൽ 107 പഞ്ചായത്തുകളെ അതിന്റെ ഭാഗത്ത് പ്രധാന പഞ്ചായത്ത് കാർഷിക മേഖലയിലുള്ള പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്തുള്ള മാളയാണ്. എന്ന് പറഞ്ഞാൽ ഈ കാർഷിക ഇടങ്ങളിൽ നടത്തിയ മാള ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം കൊണ്ട് നടത്തിയ വലിയ രീതിയിലുള്ള കാർഷിക ഉൽപാദനത്തിന്റെ ഭാഗമായുള്ള വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗത്താണ് ഇനി സംസ്ഥാന ഗവൺമെന്റ് കൃഷി വകുപ്പും മാള ഗ്രാമപഞ്ചായത്തും അതുവരെയാണ്. അപ്പോൾ കാർഷിക മേഖലയിൽ ഇത് വലിയ ഊന്നൽ. 2, ഈ പറയുന്ന കേരഗ്രാമത്തിൽ ജില്ലയിലെ വരുന്ന മൊത്തം പഞ്ചായത്തിൽ നിന്ന് 4 പഞ്ചായത്തുകളെ തെരഞ്ഞെടുത്ത് മറ്റേ കേരഗ്രാമമായിട്ട് തെരഞ്ഞെടുത്തു. അതിലൊന്ന് മാളയാണ്. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് വലിയ ഊന്നൽ. അതിൽ മുഖ്യമായിട്ട് എന്താ, മാള ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ വലിയ രീതിയിലേക്കുള്ള ആ പറയുന്ന കാർഷിക മേഖലയുടെ ഇടപെടലിന്റെ ഭാഗമായി വലിയ മാറ്റങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ കാർഷിക മേഖല അങ്ങനെ, സേവന മേഖലകൾ, മാള ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അർഹരായ മറ്റേ ക്ഷേമ പെൻഷൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരെയും
അതിലേക്ക് അതിന്റെ ഗുണഭോക്താക്കൾ എത്തിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മാള ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇത് ഭാഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മാള ഗ്രാമപഞ്ചായത്തിന്റെ ഇപ്പൊ രണ്ടാമത് ഉപ്പുവെള്ളത്തിന്റെ ഒരു വെള്ളം കയറുന്ന രീതിയിലേക്കുള്ള വിഷയം ബഹുമാനപ്പെട്ട MLA ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ മാള പള്ളിയുടെ ഭാഗത്ത് അതിന്റെ ഭാഗമായിട്ടുള്ള അതിൽ പുതിയ സ്ലൂയിസ് 80 ലക്ഷത്തിന്റെ അതിൻ്റെതായിട്ടുള്ള ടെൻഡർ നടപടി കഴിഞ്ഞു. അങ്ങനെ വരുമ്പോഴെന്താ ഈ പറയുന്ന മറ്റേ ഒരു വെള്ളം ആ പറയുന്ന തെക്കേ ചിറയിലേക്ക് കടക്കാതെ അത് ശാസ്ത്രീയമായിട്ട് അടക്കുകയും കൂടുതൽ വരുന്ന വെള്ളത്തെ ഒഴിവാക്കുകയും ഈ പറയുന്ന വടക്കേച്ചിറ എന്നുള്ള മാള പഞ്ചായത്തിന്റെ ശുദ്ധജല തടാകം, മാള പഞ്ചായത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വടക്കേച്ചിറ. അതിൽ ഈ പറയുന്ന തടയണ സൃഷ്ടിച്ച് എല്ലാ കാലവും ആ വെള്ളം ഒപ്പമായി നിൽക്കുന്ന രീതിയിലേക്ക് വന്നാലോ ഈ ഈ 17ാം വാർഡ് എന്ന് പറഞ്ഞാൽ പഴയ 17ാം വാർഡിന്റെ ഒരു ചെറിയ പ്രശ്നം, വലിയ പ്രശ്നമായിരുന്നത് ഈ പുതിയ 9ാം വാർഡിന്റെ മുഖ്യമായിട്ടുള്ള അവിടെ ജനങ്ങളുടെ ഉപ്പുള്ള പ്രശ്നം, ആ ഭീഷണി ഒഴിവാക്കാൻ പരിധിവരെയല്ല ഏതാണ്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ അതിന്റെ ഭാഗത്ത് താൽക്കാലികമായിട്ടുള്ള വികസനം എന്ന് പറയത്തക്ക രീതിയിലുള്ളത്. പിന്നെയുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് പുതിയ പദ്ധതികളോ അത് മാള ഗ്രാമപഞ്ചായത്ത് പോലുള്ള ഒരു പഞ്ചായത്തിനെ കൊണ്ട് എടുപ്പിക്കാൻ കഴിയും. അതൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് അതിപ്പോ കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായി. ഞാനൊരു വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മാള പഞ്ചായത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഈ ഭാഗത്തെ ഒട്ടേറെ ആൾക്കാർ അതിന്റെ ഭാഗമായിട്ട് ആ രീതിയിലേക്കുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതിനെല്ലാം തന്നെ പരിഹാരം കാണുന്നതിൽ ഒരു എളിയ സാമൂഹിക പ്രവർത്തനം എന്നുള്ളതിൽ ഞാൻ നിന്നിട്ടുണ്ട്. അതായത് ഇപ്പോ 2020 എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം മാളയിൽ ആദ്യമായിട്ടാണ്. അതിന്റെ 9ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് താങ്കൾ. അതെ. നിലവിൽ മാളയിൽ ഇപ്പൊ 2020 പ്രവർത്തനം ആരംഭിച്ചപ്പോൾ എന്താണ് നിലവിൽ ഭരണകർത്താക്കള് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം? പുതിയതായിട്ട് എന്തെങ്കിലും പദ്ധതികൾ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? അതുപോലെ തന്നെ മാളയിൽ എന്തെങ്കിലും വികസനങ്ങൾ നിങ്ങളുടെ കണ്ണിൻ മുമ്പിൽ കണ്ടിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. 2020 പാർട്ടി ആദ്യമായിട്ടാണ് മാള പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് മത്സരിക്കുന്നത്. അതിലെ 9ാം വാർഡ് സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി LDFും UDFും മാറി മാറി മാള ത്രിതല പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ട്. വികസനത്തിൻ്റെ കാര്യത്തിൽ 2020 ഭരിച്ചുകൊണ്ടിരിക്കുന്ന കിഴക്കമ്പലവും ചുറ്റുപാടുമുള്ള പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാള പഞ്ചായത്ത് 10-20 വർഷം പുറകിലാണ്. അഴിമതിയില്ലാതെ സുതാര്യമായി മാള പഞ്ചായത്തിൻ്റെ വികസനം നടത്തും, 9ാം വാർഡിലെ വികസനങ്ങൾ നടത്തും എന്നാണ് എനിക്ക് വാഗ്ദാനം തരാനുള്ളത്. 9ാം വാർഡ് പ്രത്യേകിച്ചും മാളയുടെ ഹൃദയമാണ്. മാളയുടെ ഹൃദയത്തിൽ ഇത്രയോ വർഷങ്ങളായി വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ 9ാം വാർഡിൽ നിങ്ങൾ സന്ദർശനത്തിന് ഇറങ്ങുമ്പോൾ, അതായത് ജനങ്ങളുമായി സംവദിക്കുമ്പോൾ ജനങ്ങളുടെ പക്ഷം, അതായത് അവരെന്താണ് നിലവിൽ നിങ്ങളോട് സംസാരിക്കുന്നത്? അതായത് വികസനം ഒരുപാട് ഉണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ ഭരണകർത്താക്കളായ പഴയ ആളുകൾ പറയുന്നത്. നിങ്ങൾ കേട്ടതല്ലേ? അപ്പോൾ ഇവർ ചെല്ലുമ്പോൾ നിങ്ങളാണല്ലോ അതിന്റെ മറ്റൊരു വശം. എന്താണ് ജനങ്ങൾ പറയുന്നത് നിങ്ങളോട്? മാള പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഇലക്ഷൻ അടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ വീടുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. 2020 പാർട്ടിയുടെ സഹപ്രവർത്തകരുമായിട്ട് വീടുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ മുന്നോട്ട് വെച്ച അഴിമതിയില്ലാത്ത ഭരണം എന്ന ആശയം എല്ലാ ജനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. വികസനം എന്തെങ്കിലും ഉണ്ടെന്ന് പറയുന്നുണ്ടോ? വികസനത്തിനേക്കാൾ കൂടുതലായി വികസനം എന്ന പദ്ധതികൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞിട്ടാണ്. നമ്മൾ ആദ്യമായിട്ട് ചോദിക്കുന്നത് ഇവിടെ മാറ്റം വേണോ എന്നാണ്. മാളയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു, സുനിശ്ചിതമായ മാറ്റം ആഗ്രഹിക്കുന്നു. അതാണ് ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന ആത്മവിശ്വാസം. അപ്പൊ ജനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകും. അതായത് ജയിച്ചു വന്നാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സമഗ്ര വികസനങ്ങളും താങ്കൾ കൊണ്ടുവരും ആ വാർഡിൽ. തീർച്ചയായിട്ടും. മാള 9ാം വാർഡ് ഞാൻ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. മാളയിലെ 9ാം വാർഡിലെ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്. മാള ഹൃദയഭാഗത്താണെന്ന് ഞാൻ പറഞ്ഞു. മാള ഹൃദയഭാഗത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ് 9ാം വാർഡ്. അപ്പോൾ ഓരോ തലത്തിലും ഒരേ തരത്തിലുള്ള വികസനങ്ങളല്ല ആവശ്യം. ഓരോ സ്റ്റേജിലും ഒരേ തരത്തിലുള്ള വികസനങ്ങളല്ല ആവശ്യം. അത്തരത്തിലുള്ള പഠനം നടത്തി ഏതെല്ലാം സ്ഥലങ്ങളിൽ, ഏതെല്ലാം ഏരിയകളിൽ കൂടുതൽ വികസനങ്ങൾ നടത്തണം, ഏതെല്ലാം ഏരിയകളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നടത്തണം, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. പല കുടുംബങ്ങൾക്കും എനിക്കിപ്പോഴും അറിയാം, ഇവർ രണ്ടു കൂട്ടരും പറഞ്ഞത് വികസനം നടന്നു എന്നാണ്. ഞാൻ ഇന്നലെ പെനത്തറ ആ ഭാഗത്ത് പോയി. അവിടെ ചിറയുണ്ട്. ആ ചിറയുടെ കരയിൽ ജീവിക്കുന്ന 5-6 കുടുംബങ്ങളുണ്ട്. അവരാരും വോട്ട് ചെയ്യില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണ്? എത്രയോ വർഷങ്ങളായി, ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞത് 50-ൽ കൂടുതൽ വർഷങ്ങളായി അവരവിടെ താമസിച്ചു തുടങ്ങിയിട്ട് അവർക്ക് ഇതുവരെ പട്ടയം കിട്ടിയിട്ടില്ല.
പട്ടയമില്ലാത്തത് കൊണ്ട്, അവരവിടെ ജീവിക്കുന്നു, താമസിക്കുന്നു എന്നുള്ള രേഖയില്ലാത്തത് കൊണ്ട് അവർക്ക് സർക്കാരിൽ നിന്നുള്ള ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. എങ്ങനെ ജീവിക്കുന്നു പാവപ്പെട്ട മനുഷ്യർ? അപ്പൊ താങ്കൾ അവിടെ ചെന്നപ്പോ 2020 ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോ ജനങ്ങളുടെ അവസ്ഥ അതാണ് കണ്ടത്. അതെ. പ്രശ്നോ യെസ്, എന്തൊക്കെയുണ്ട് വിശേഷം? കുഴപ്പമില്ല, സുഖമായിട്ട് പോകും. അതായത് പാർട്ടിയിൽ നിന്നുകൊണ്ട് ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അതെ. താങ്കൾ എന്താണ് ഈ 9ാം വാർഡിൽ ഇത്രയും ദിവസം, അതായത് ജനങ്ങളുമായി സംബന്ധിച്ചപ്പോൾ താങ്കൾക്ക് എന്താണ് മനസ്സിലായത്? ഈ പറയുന്ന വികസനങ്ങളോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ താങ്കൾ അവിടെ കാണാൻ പറ്റും? എന്റെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന കാലഘട്ടം 2025 2025 എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന വാർഡുകൾ വികസനം എത്തിയിട്ടില്ല. കാരണം വികസനം എന്ന് പറയുന്നത് റോഡും സ്ട്രീറ്റ് ലൈറ്റും പുല്ലോട്ടലും മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച അടിസ്ഥാന വികസനങ്ങൾ, അതായത് നൈപുണ്യ വികസനങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊന്നും മാള ഗ്രാമപഞ്ചായത്തിൽ എന്താണ് താങ്കൾ കണ്ടത് അവിടെ? ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ തൊഴിൽ എന്ന് പറഞ്ഞ സംഭവം, തൊഴിൽ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമുക്കറിയാം മാളയിൽ ഏകദേശം 8-9 ഈ പറയുന്ന SC ST വിഭാഗങ്ങൾ തിങ്ങി പറയുന്ന കോളനികളുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ടോട്ടൽ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ 12% വരുന്ന സമുദായമാണ് ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ. അവർക്കുള്ള ഈ പറയുന്ന 2ാം UPA കാലത്ത് കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ പറയുന്ന 13ാം ധനകാര്യ കമ്മീഷന്റെ പദ്ധതിയാണ് ഒരു വീട്ടിൽ ഒരു തൊഴിൽ എന്ന പദ്ധതി. ഈ പറയുന്ന കാലങ്ങളായിട്ട് അവിടെ വരുന്ന മെമ്പർമാർ ഈ പറയുന്ന തൊഴിലോ മറ്റുള്ള കാര്യങ്ങളോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നേരെ മറിച്ചിട്ട് റോഡ് വികസനം, സ്ട്രീറ്റ് ലൈറ്റ്, പുല്ലോട്ടൽ. ഈ റോഡ് വികസനം സ്ട്രീറ്റ് ലൈറ്റും കോമൺ ആണ്, ഏതൊരു സ്ഥലത്തും കോമൺ നടക്കുന്ന കാര്യങ്ങളാണ്. അടിസ്ഥാന വർഗത്തിന്റെ ഈ പറയുന്ന വരുമാനങ്ങളും മറ്റുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ള പദ്ധതികളൊന്നും ഈ പറയുന്ന വാർഡുകളിലേക്ക് എത്തുന്നില്ല. BJP അവിടെ മെമ്പറായിട്ട് വന്നാൽ, അതായത് പ്രസ്റ്റോ BJP ജയിച്ച് പ്രസ്റ്റോ അവിടെ മെമ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വികസനങ്ങൾ അവിടെ കൊണ്ടുവരണം? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ വാർഡിന്റെ ഒരു ഘടന നമുക്ക് നോക്കാം. ഈ വാർഡിന്റെ ഒരു ഘടന പ്രകാരമാണെങ്കിൽ അതിൽ ന്യൂനപക്ഷങ്ങൾ ഒരുപാടുണ്ട്, ന്യൂനപക്ഷ സമുദായങ്ങൾ ഒരുപാടുണ്ട്. ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വരുന്ന ഒരുപാട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതായത് കരകൗശല സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികൾക്കുള്ള ഈ പറയുന്ന പദ്ധതികൾ, അതിനേക്കാൾ ഉപരിയായിട്ട് സ്വയം തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ള യുവതിയുവാക്കൾക്കുള്ള പദ്ധതികൾ, അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് വേണ്ട സ്കോളർഷിപ്പ് പറ്റുള്ള കാര്യങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതിനേക്കാൾ ഉപരിയായിട്ട് തന്നെ മാള പഞ്ചായത്ത് വർഷങ്ങളായിട്ട് ചിന്തിക്കാത്ത ഒരു കാര്യം കൂടി ഈ പറയുന്ന 9ാം വാർഡിലുണ്ട്. ഇപ്പോഴത്തെ 9ാം വാർഡിൽ കാരണം ഒരു പ്രബല വിഭാഗം അവിടെ താമസിക്കുന്നുണ്ട്, അതിപുരാതനമായ ഒരു സമുദായം അവിടെ താമസിക്കുന്നുണ്ട്, കൊങ്ങിണി സമുദായം എന്ന് പറയും. ഈ കൊങ്ങിണി സമുദായയുടെ ഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിച്ച ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഗണത്തിൽപ്പെടുന്ന ഒരു ഭാഷാ സമ്പ്രദായമാണ് അവരുടെ. അതായത് ഭരണഘടനയുടെ 8 ഷെഡ്യൂൾ പ്രകാരം അംഗീകരിച്ചേക്കണ 22 ഭാഷകളിൽ ഈ പറയുന്ന വംശനാശം നേരിടുന്ന ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണ് ഈ കൊങ്ങിണി സമുദായത്തിലെ കൊങ്ങിണി ഭാഷ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 29, 30, 350B പ്രകാരം സംരക്ഷിത ഭാഷകളാണ്. ഈ ഭാഷ പരിപോഷിക്കാൻ വേണ്ടി ഈ പറയുന്ന മാള ഗ്രാമപഞ്ചായത്ത് എന്ത് പ്രവർത്തനം അവിടെ ചെയ്തേക്കുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. വികസനം എന്ന് പറയുന്നത് റോഡും സ്ട്രീറ്റ് ലൈറ്റും പുല്ലുവെട്ടലും മാത്രമല്ല എന്ന് ഞാൻ ഇപ്പോഴും ഉറക്കെ വിളിച്ച് പറയുന്നത്. ഇതേപോലത്തെ സമുദായങ്ങളെ കാണുക വേണം. അതിനുള്ള ഉപരിയായിട്ട് അവരുടെ ഈ പറയുന്ന ചരിത്രവും പൈതൃകവും സാംസ്കാരികമായ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ പറയുന്ന മാള എന്ന് പറയുന്ന ചരിത്രപരമായ ഈ ഭൂമിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണമായിരിക്കണം ഒരു വാർഡിന്റെ വികസനം എന്ന് പറയുന്നത്. ഈ മാള ഗ്രാമപഞ്ചായത്തിൽ എത്ര മാതൃക വാർഡുകളുണ്ട്? ഈ പറയുന്ന മാള പഞ്ചായത്തിൽ ഏറ്റവും മികച്ച നിൽക്കുന്ന എത്ര ഈ പറയുന്ന മാതൃക പഞ്ചായത്തുണ്ട്? എത്ര കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഈ പറയുന്ന വാർഡുകളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്? എണ്ണം പറിച്ച് ഇവർക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഏറ്റവും വലിയ വിഷയം കൂടിയുള്ള വിഷയം ജലനിധിയാണ്. ഏറ്റവും കൂടുതൽ വിഷയം എന്ന് പറഞ്ഞത് നമുക്കറിയാം. 2014 ഈ പറയുന്ന പ്രതാപൻ ഈ പറയുന്ന പ്രൊജക്ട് ഇവിടെ കൊണ്ടുവരുന്നത്. അന്നൊരു സ്കിൽ ലെവൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 985 സാഹിത്യ ധർമ്മസംഘ പരിപാലന ആക്ട് പ്രകാരം ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3 പേരാണ് അതിനായിട്ട് ഒപ്പിട്ടിരുന്നത്. ഒരു പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, ഒരു ഖജാൻജി. അതിലൊരു പ്രമുഖ വ്യക്തി എല്ലാവരും അറിയും. തൂമ്പാലക്കൽ ജിനേഷ് എന്ന് പറഞ്ഞ TJ ജിനേഷ് ആള് ഒപ്പിട്ട എഗ്രിമെന്റ് പ്രകാരം 70 ലിറ്റർ വെള്ളം വീടുകൾക്ക് കൊടുക്കേണ്ടതാണ്. അന്നും കൊടുത്തിട്ടില്ല, ഇന്നും കൊടുക്കണില്ല, ഇനി കൊടുക്കാനും പോണില്ല. അപ്പൊ ഈ പറയുന്ന 2 പാർട്ടിക്കാരും കയറിയതിനു ശേഷം ജലനിധി എന്ന് പറഞ്ഞ പദ്ധതി നമുക്ക് എന്താണ് നമുക്കറിയാം. 2016 സുകുമാരൻ സാഹബ് കയറിയ സമയത്ത്, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയ സമയത്ത് അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പദ്ധതിയിൽ അഴിമതി നടന്നുണ്ടെന്നുള്ളത്. പക്ഷേ അതിലേക്കെല്ലാം നമുക്ക് വരാം. അതായത് ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ ഒറ്റ ചോദ്യമാണ്. അതായത് താങ്കൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പദ്ധതികൾ ഇപ്പോ ഒരു യുവതലമുറ എന്ന രീതിയിൽ താങ്കൾ അതൊക്കെ നിറവേറ്റുമെന്നാണോ പറയുന്നത്? ചെയ്യാൻ സാധിക്കും. ഈ പറയുന്ന നമുക്കറിയാം നമ്മുടെ ഈ മാളക്കുളം എന്ന് പറയുന്ന പ്രദേശം എന്റെ വാർഡ്, ഞാൻ ഇപ്പൊ അതിലേക്കെല്ലാം നമുക്ക് വരാം. അതിലേക്കെല്ലാം ഇതാണ് ചോദ്യം. അതായത് താങ്കൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പദ്ധതികളെല്ലാം ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാവും. പ്രായഭേദമന്യേ ഈ പറയുന്ന എന്നെ കൊണ്ടാവുന്ന നൈപുണ്യ വികസന പദ്ധതികൾ എനിക്കത് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ ജിനേഷ് നമുക്ക് നിർത്തി തുടങ്ങാം. ആ ഒരു TM പ്രതാപന്റെ കുടിവെള്ള പദ്ധതി അത് എങ്ങനെയായിരുന്നു? ആ ഒരു ഇത് അതിന്റെ സ്കീം ലെവൽ കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അതിന് കൃത്യമായി പറഞ്ഞ എഗ്രിമെന്റ്, ആ ഒരു എഗ്രിമെന്റാണ് നമ്മൾ ഒപ്പിട്ടത്. അതിൽ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എഗ്രിമെന്റ് വെച്ചു 70 ലിറ്റർ വെള്ളം എല്ലാ വീടുകൾക്കും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ നമ്മൾ എഗ്രിമെന്റ് വെച്ചു, അത് കഴിഞ്ഞപ്പോൾ ഭരണം മാറി.
ഭരണം മാറിക്കഴിഞ്ഞ് വന്നത് ഇടതുപക്ഷ മുന്നണിയാണ്. സംസ്ഥാന സർക്കാർ ഇടതുപക്ഷത്തിന് വന്നു. ഒരു അഗ്രിമെന്റ് മാത്രമാണ് മാള ഗ്രാമപഞ്ചായത്തിൽ ഇന്ദിരാ ശിവരാമനും അന്നത്തെ സ്കീം ലെവൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ഞാൻ മാത്രം വെച്ചുള്ളൂ. ബാക്കി 4 അഗ്രിമെന്റും വെച്ചത് ഇടതുപക്ഷ മുന്നണിയുടെ അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള സുകുമാരൻ ഉൾപ്പെടെയുള്ള ആളുകളാണ്, സ്കീം ലെവൽ കമ്മിറ്റിയാണ്. അപ്പോൾ അതില് ഈ ഇംപ്ലിമെന്റേഷനും ഈ നമ്മുടെ വാട്ടർ ലെവൽ നോക്കി കൃത്യമായ ആളുകൾക്ക് വെള്ളം കൊടുക്കേണ്ട ഈ ആ പദ്ധതി കൃത്യമായ തയ്യാറാക്കാത്തത് കൊണ്ട് ജനങ്ങൾക്ക് വെള്ളം ലഭിക്കാതെ പോയതാണ്. കാരണം എന്തെന്ന് പറഞ്ഞിട്ട് ഒരു ചേംബറുണ്ട്, ഒരു ചേംബറാണ് മാള പഞ്ചായത്തിന് ഉള്ളത്. മാള പഞ്ചായത്തിൽ 6000-ഓളം കളക്ഷൻ ഉണ്ട്. ഒരു ചേംബറിൽ നിന്നും വെള്ളം ഒരു തിരിച്ച് കോട്ടമുറി സൈഡിൽ പോയി കഴിഞ്ഞാൽ കോട്ടവാതി സൈഡിലുള്ള ചേംബർ അടഞ്ഞെടുക്കും, വെള്ളം ലീക്ക് പിന്നെ പോകുന്നില്ല. അപ്പൊ നമ്മളിതൊരു പദ്ധതി ഇംപ്ലിമെന്റേഷൻ ചെയ്യുമ്പോൾ കൃത്യമായി എല്ലാവർക്കും വെള്ളം കിട്ടണോ എന്ന് പരിശോധിച്ചിട്ടില്ല. ആ ഗവൺമെന്റ് പരിശോധിച്ചിട്ടില്ല, MLA പരിശോധിച്ചിട്ടില്ല, അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി പരിശോധിച്ചില്ല. ഇത് കൃത്യമായ അന്ന് വേൾഡ് ബാങ്കിന്റെ പ്രതിനിധികളും KRWCയുടെ ആളുകളുടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അറ്റ് എ ടൈമിൽ നമുക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ 2 ചേംബർ വേണം. മാള പഞ്ചായത്തിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ കൊണ്ടുവരുമ്പോൾ ഒരു ലൈൻ 400 DI പൈപ്പിന്റെ എങ്കിലും താഴത്തേക്ക് ഇറങ്ങുന്ന വെള്ളം ടാങ്കിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്ന 2 ചേംബർ ഉണ്ടെങ്കിൽ 2 ചേംബർ ഒരേ സമയം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായാലും കൃത്യമായ രീതിയിൽ 4 ദിവസം കൂടുമ്പോഴേക്കും വെള്ളം കൊടുക്കാം. 24 മണിക്കൂർ വെള്ളം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 4 ദിവസം കൂടുമ്പോഴേക്കും കൃത്യമായി എല്ലാവർക്കും വെള്ളം കൊടുക്കാം. നമ്മളിത് പറയുന്നത് 70 ലിറ്റർ വെള്ളം ശുദ്ധജലം കുടിക്കാനായിട്ടുള്ള വെള്ളം കൊടുക്കാന്നാണ് അഗ്രിമെന്റിൽ പറയുന്നത്. പക്ഷെ നമുക്കറിയാം എല്ലാവർക്കും നമ്മൾ കുടിക്കാൻ മാത്രമല്ല വെള്ളം ഉപയോഗിക്കുന്നത്, പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്നത് കുടിക്കാൻ മാത്രമല്ല. നമ്മൾ അഗ്രിമെന്റിൽ പറയുന്നത് 70 ലിറ്റർ വെള്ളം അന്ന് ഒരാൾക്ക് ശരാശരി ഒരാളെ വെച്ചിട്ട് കുടിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മാത്രമാണ് വെള്ളം കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ ഒരു ദിവസം 70 ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്, അല്ല അതിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എഗ്രിമെന്റ് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല. എഗ്രിമെന്റിലല്ല കാര്യങ്ങൾ, എഗ്രിമെന്റിൽ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല പഞ്ചായത്ത് നടക്കുന്നതും കേരള സർക്കാർ നടത്തുന്നത്. ഭരണം മാറിയത് കൊണ്ട് ഉണ്ടായ ക്രിയാത്മകമായ ഇടപെടലുകളും ഇതിനു വേണ്ടി ഒരു ഇടപെടലും നടത്താത്തതിന്റെ ഭാഗമായിട്ടുണ്ടായത്. 2 ചേംബർ ഉണ്ടെങ്കിൽ കൃത്യമായി അറ്റ് ടൈം കോട്ടമുറി ഒരു സൈഡ് മാളയ്ക്ക് വെള്ളം വരുമ്പോൾ ഒരു സമയത്ത് തുറന്നു വിടുന്നു, രണ്ടാമത് കോട്ടവാതിലേക്ക് ഒരേ സമയത്ത് വെള്ളം തുറന്നു വിട്ടാൽ 2 ഭാഗത്തിലേക്കും DI പൈപ്പ് വഴി വെള്ളം കൃത്യമായി വരുന്നു, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു, ഈ ഓപ്പറേറ്റർമാർക്ക് കറക്റ്റായിട്ട് വെള്ളം കൊണ്ടെത്തിക്കാൻ പറ്റുന്നു. ഇതെന്താ സംഭവിക്കുന്നത്? ഒരു സൈഡിൽ വെള്ളം അടച്ചു കഴിഞ്ഞാൽ മറ്റേ സൈഡിലെ പൈപ്പ് കാലിയായി പോണ്. പിന്നെ അതിൽ വെള്ളം വന്ന് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി സമിതിയെ നിയോഗിക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ ഈ 10 വർഷത്തിന്റെ കാലത്തിനുള്ളിൽ ഈ മാള പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. വെറുതെ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ചിട്ട് മാത്രം കാര്യമില്ല. ഇത് വിജിലൻസ് പരിശോധിച്ചാ ഞാൻ പറഞ്ഞിട്ടെ ഞാൻ പറഞ്ഞു കേട്ടെ, ഇവിടെ വിജിലൻസ് പരിശോധന നടത്തി, പരാതി കൊടുത്തു. ജോൺ കെന്നഡി എന്ന് പറയുന്ന CPM-ന്റെ പ്രവർത്തകൻ പരാതി കൊടുത്തു വിജിലൻസിൽ പരാതി കൊടുത്തു. വിജിലൻസ് ഒന്ന് അന്വേഷിച്ചു. എഗ്രിമെന്റ് വളരെ കൃത്യമാണ്, എഗ്രിമെന്റിൽ നിന്നും ഒരു പ്രശ്നവുമില്ല, വളരെ കൃത്യമായ എഗ്രിമെന്റ് ആണ്, അതിന്റെ കാര്യങ്ങളാണെന്ന് ഒരു അഴിമതിയില്ലാന്ന് റിപ്പോർട്ട് നൽകിയ പഞ്ചായത്തിലുണ്ട്. അപ്പൊ വെറുതെ ഇവിടെ വന്നിട്ട് അഴിമതി എന്ന് വന്ന് വെറുതെ പറഞ്ഞാൽ ആ അഴിമതിക്ക് ഇയാളെ അഴിമതി ആരോപിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ ഞാൻ പരാതി കൊടുക്കും. അത് ശക്തമായ പരാതി കൊടുക്കുന്നു ഞാൻ ഈ ഇതിൽ ഉന്നയിക്കുന്നത്. മാത്രമല്ല കാര്യങ്ങളുണ്ട് പറയാനുണ്ട്. അതായത് ഈ പ്രശ്നത്തിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ചതിന്റെ പേരിൽ ആരോപിക്കുമ്പോൾ കൃത്യമായ തെളിവുകൾ വേണം. ആ തെളിവുകൾ വേണം. അപ്പൊ ഇത്തരത്തിലുള്ള ടോക്ക് ഷോയിൽ ഡിബേറ്റ് പറയുമ്പോൾ ആരോപണന് കൃത്യമായ തെളിവുകൾ കൊണ്ട് ഹാജരാക്കിയിട്ട് വേണം പറയാൻ. അത് അദ്ദേഹത്താണ് നിങ്ങൾക്ക് പറയാണ്ട്. ഇപ്പൊ ഉപ്പ് വെള്ള ഭീഷണി നേരിടുന്ന മാള പഞ്ചായത്ത് 10 കൊല്ലമായിട്ട് ശാശ്വതമായ സ്ലൂയിസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതുവരെ നടക്കുന്നില്ല. നമ്മളൊന്ന് മനസ്സിലാക്കണം. നെയ്തുകുടി എന്ന പ്രദേശം ഉപ്പുവെള്ള ഭീഷണിയാൽ ഗതികെട്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനതയെ ഉപ്പുവെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ നോക്കിയ ഒരു പഞ്ചായത്താണ് മാള പഞ്ചായത്ത്. അവിടെ കിരിയാന്തൻ ഫാം എന്ന് പറയുന്ന ഒരു ഫാമിന് അനധികൃതമായി ഫ്ലോട്ടിംഗ് ഹിറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ട് ആ തണ്ണീർ അവിടുത്തെ ഈ കണ്ടമായിട്ടുള്ള മറ്റേ നമ്മുടെ ലവണാംശമുള്ള പ്രദേശത്ത് ഫ്ലോട്ടിംഗ് ഹിറ്റാച്ച് ഉപയോഗിച്ച് 10-12 അടി കുഴിച്ച് മീൻ വളർത്താനതിന് വേണ്ടി അനുമതി കൊടുത്ത പഞ്ചായത്താണ് മാള പഞ്ചായത്ത്. അവസാനം അവിടുത്തെ ജനകീയ വിഷയം ഉണ്ടായി. ഞാൻ പറയട്ടെ, ജനകീയ വിഷയം ഉണ്ടായി. ആ ജനകീയ വിഷയം പറഞ്ഞു വരാണ്ട് ജനകീയ വിഷയം ഉണ്ടായി. അവർ കോടതിയിൽ പോയിട്ടാണ് ആ സ്റ്റേ മേടിച്ച് അത് നിർത്തലാക്കിയത്. മാള പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മാള പഞ്ചായത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. മാളയിൽ ഒരു ഇറിഗേഷൻ പദ്ധതിയില്ല. അത് ശ്രദ്ധിക്കണം.
മറ്റുള്ള പഞ്ചായത്തുകളിൽ കൃത്യമായ ഇറിഗേഷൻ പദ്ധതികളുണ്ട്. എന്തുകൊണ്ട് ഇത് ഈ 10 കൊല്ലമായിട്ട് ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ലിഫ്റ്റ് ഇറിഗേഷൻ കൊടുക്കാൻ പറ്റില്ല? ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറയട്ടെ, അവസാനിപ്പിച്ച് പറയാം. ഞാൻ പറയട്ടെ, മാള പഞ്ചായത്തിലൂടെ പുഴ ഒഴുകുന്ന ഒരു പ്രദേശമുണ്ട്. മാള പഞ്ചായത്തിലൂടെ അത് മൂഴിക്കടവ. മൂഴിക്കടവ്. ആ മൂഴിക്കടവിൽ 2 ചില ഏക്കർ കന്നുകാലി പുറമ്പോക്ക് മാള പഞ്ചായത്തിന് പുറമ്പോക്കുണ്ട്. അത് ഇന്ന് വരെ അളക്കാൻ ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയിലുള്ള പല ആവശ്യമായിട്ടും ഇന്ന് വരെ അളക്കാൻ ഈ മാള പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. 2 ചില ഏക്കർ ഭൂമി അവിടെ ഒരു 700ഓളം ഇറിഗേഷൻ പ്രോജക്റ്റുകൾ ചാലക്കുടി പുഴയിലുണ്ട്. ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് മാളിക്ക് എന്താ അനുമതി കിട്ടില്ലേ? ആ സ്ഥലം അളന്ന് ഇറിഗേഷൻ പ്രോജക്റ്റിനുള്ള വലതുകര കനാല് വെറുതെ കിടക്കുന്നു. ആ വലതുകര കനാലിലേക്ക് 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ ഉണ്ടെങ്കിൽ വലതുകര കനാലിലേക്ക് വെള്ളം എത്തിച്ചാൽ ഈ കാർഷിക മേഖലയായിട്ടുള്ള മാളയിലേക്ക് സമ്പൂർണ്ണമായിട്ട് നല്ല വെള്ളം സമ്പുഷ്ടമായിട്ട് ഇഷ്ടംപോലെ വെള്ളം കൊണ്ടുവരാൻ സാധിക്കും. അതായത് ലിഫ്റ്റ് ഇറിഗേഷൻ. അത് മാത്രമല്ല, അവിടുന്ന് ലിഫ്റ്റ് ചെയ്ത് നെയ്തുകുടിയിലേക്കും വെള്ളം കൊണ്ടുപോകാം. എന്തായാലും ഭരണകർത്താവായ ടി.പി. രവീന്ദ്രൻ കൂടെ ഉണ്ട്. ടി.പി. ഇത്രയും നേരം സംസാരിച്ചതില് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട്, അതായത് ഒരുപാട് തവണ ഈ 8 ചില്ലാൻ കോടി രൂപയാണ് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാള ഗ്രാമപഞ്ചായത്തിന് കുടിശ്ശിക വന്നിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നിങ്ങളുടെ ഭരണകാലത്ത് അവരെയും ഇവരുടെ ഭരണകാലത്ത് നിങ്ങളെയുമാണ് കുറ്റം പറയുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് രണ്ട് പാർട്ടിക്കാരും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? കാരണം ഭരണകർത്താവായിരുന്നു താങ്കൾ. അല്ല, ഇതിൽ ഈ കുടിവെള്ള വിഷയത്തിൽ ഭരണകൂടങ്ങൾക്ക് ജനങ്ങൾക്ക് വെള്ളമെത്തിക്കാനുള്ള ബാധ്യത അതുണ്ട്. അതിൽ കഴിഞ്ഞ കാലത്തെ പറ്റി പറഞ്ഞിട്ടൊന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. നിലവിൽ ജനങ്ങൾക്ക് വെള്ളം എത്തിക്കാനുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് ഭരണകൂടത്തിന്റെ മറ്റു ഉത്തരവാദിത്തമാണ്, കടമയാണ്. ഇവിടെ ഇപ്പോൾ നേരത്തെ ജിനേഷ് പറഞ്ഞ പോലെ 2013 ശേഷമാണ് ഇപ്പം നമ്മുടെ ഈ പറയുന്ന ജലനിധി ഇവിടെ വരുന്നത്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അന്നത്തെ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, അന്ന് കൃത്യമായി പറഞ്ഞു ഇത് ജലനിധി എന്നുള്ളത് ജനത്തിന്റെ തലവിധിയായി വരാൻ പോവാ. പക്ഷെ ഇത്രയും വലിയൊരു പദ്ധതി കൊട്ടിക്കൊഴിച്ച് എന്താണ് ആ പദ്ധതി വന്നത്? 24 മണിക്കൂറും 360 ദിവസം വെള്ളം എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് പോലും ഗ്യാസ് അതിന്ന് അല്ലെങ്കിൽ വായു വരുന്നു നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ അത്രയധികം വെള്ളം തരും എന്ന് പറഞ്ഞ പദ്ധതി. അതായത് 24 മണിക്കൂറും 360 ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? മോഹനമായിട്ടുള്ള വാഗ്ദാനമാണ് ജനങ്ങൾക്ക്. അതായത് വെള്ളത്തിന്റെ പേരിൽ, കുടിവെള്ളത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ആ വലിയൊരു പദ്ധതി കേന്ദ്ര മറ്റേ ലോകബാങ്കുമായി നടപ്പാക്കി ആ കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ വരുമ്പോൾ അതിലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് മാറിക്കാൻ വഴിയില്ല. കാരണം എന്താ? ജനങ്ങൾക്ക് കൊടുക്കുന്ന വലിയൊരു വാഗ്ദാനത്തെ ആ സമയത്ത് എതിർത്താൽ ആ പറയുന്ന ആൾക്കാർ ജനങ്ങൾക്കെതിരായി വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അതുകൊണ്ടാണ് ആ രീതിയിലൊക്കെ അന്ന് ആ പറയുന്ന വലിയ രീതിയിലേക്കുള്ള നമ്മുടെ എന്താണ് എൻ്റെ കാഴ്ചപ്പാട് എന്നുള്ളതിൽ പറഞ്ഞു. അതിൽ ഇപ്പം നേരത്തെ പറഞ്ഞ ക്രമക്കേടുകൾ, ഈ പറഞ്ഞ ജലനിധി പദ്ധതിയുടെ ഏതെങ്കിലും വരുന്ന വിഭാവനം ചെയ്ത പദ്ധതികളെ അതിനുശേഷം വന്ന ഭരണസമിതികൾ മാറ്റിയിട്ടുണ്ടോ? ഒന്ന് ധരിക്കേണ്ട കാര്യം, ഇത് പഞ്ചായത്തിന്റെ അണ്ടറിലല്ല, ഇത് സ്വാശ്രയ പദ്ധതിയാണ്. SLEC കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിന്റെ ഭാഗമായിട്ട് അതിൽ തന്നെ വികലമായ പല വിഷയങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെർട്ടുകളായിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന എവിടെയാണ് വെള്ളത്തിന് പ്രശ്നം, എവിടെയാണ് വെള്ളം കയറാത്തത് എന്നൊക്കെ പരിശോധിക്കാൻ ഇതിലില്ല. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വാർഡ് മെമ്പർമാരെ പോലെ തെരഞ്ഞെടുക്കുന്ന 20 പറയുന്ന വാർഡുകളിൽ നിന്ന് ബന്ധപ്പെടുന്ന ആൾക്കാരെ ആ രീതിയിലേക്ക് 10-13 പേരെ SLEC കമ്മിറ്റി കൊണ്ടുവന്ന് ഇരുത്തിയാൽ അവർക്ക് എന്ത് സാങ്കേതികമായിട്ടുള്ളത്? ഈ പറഞ്ഞ വാട്ടർ അതോറിറ്റിയെ പൂർണ്ണമായി ഇതിൽ നിന്ന് മാറ്റി. ഇതിൽ കാണേണ്ട ഒരു കാര്യം, 4 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ ഓരോ വീട്ടിലും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എത്തിയിരുന്നത്. ആ പറയുന്ന പദ്ധതിയാണ് തകർക്കപ്പെട്ടത്. 26 ദിവസമായിട്ടും വെള്ളം കിട്ടാത്ത പ്രദേശങ്ങൾ വന്നു. കുന്നത്താട് അതിന്റെ ഭാഗമാണ്. ഇത് 26 ദിവസമായിട്ടും വെള്ളം വന്നില്ല. നിലവിൽ ഈ പഞ്ചായത്തിന് എത്ര കോടി രൂപ ഇപ്പോ 8 ചില്ലാൻ കോടി ഉണ്ട്. അത് വേണം. അത് 8 ചില്ലാൻ കോടി എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ നേരത്തെ ജിനേഷ് പറഞ്ഞല്ലോ, കാലങ്ങളായി നിന്നിരുന്ന തുടക്കം മുതൽ ഈ വരുന്ന ഇപ്പൊ സുകുമാരന്റെ കാലഘട്ടത്തിൽ ഇതിന്റെ നേതൃത്വം ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ കമ്മിറ്റി ആയിരുന്നു ഇരുന്നത്. സിദ്ധാർത്ഥൻ അടക്കം വരുന്ന അല്ലെങ്കിൽ കോട്ടമുറിയിലുള്ള ജോണി എന്ന് പറയുന്ന ആളടക്കം വരുന്നതാണ് ഇതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി. ഈ കഴിഞ്ഞ ഇപ്പൊ വന്ന ഭരണസമിതി മാത്രമാണ് അവരെ മാറ്റിയത്. പുതിയ ഭരണസമിതി അധികാരത്ത് വന്നു. ജനാധിപത്യ സംവിധാനത്തുള്ള തെരഞ്ഞെടുപ്പ് ഇതിൽ നടന്നില്ല. ഇപ്പോ ജനാധിപത്യ സംവിധാനത്തുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയ കാര്യങ്ങൾ. പക്ഷെ ഇതിലെന്താ സംഭവം എന്ന് അറിയോ? ഇത് ജനങ്ങളെ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തെ ആ രീതിയിലൊക്കെ വലിയ പ്രതിസന്ധിയിലാക്കി. സമാന്തര പദ്ധതി ഇവിടെ വെക്കാൻ പറ്റുമോ? ഇപ്പൊ കുന്നത്താട് വെള്ളമില്ല എന്നാ ഗ്രാമപഞ്ചായത്ത് അന്ന് ഇവിടെ ഒരു അതായത് സ്വാശ്രയ പദ്ധതി അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലേക്ക് ഒരു കുഴൽക്കിണർ കുത്തി ഇവിടുത്തെ വെള്ളം കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ പദ്ധതിയിൽ നടപ്പില്ല. കാരണം എന്താ? എഗ്രിമെന്റ് പ്രകാരം സ്വാശ്രയ മറ്റേ ഉള്ള അതിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതി ഉണ്ടാക്കാൻ അതിന്റെ ഭാഗത്ത് കഴിയില്ല അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഞാൻ ജിനേഷിനെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം ജിനേഷ് ഒരു സാമൂഹ്യ പ്രവർത്തനം നല്ലൊരാള്. പക്ഷെ അതിന് പിന്നില് അത് വലിയ സ്രാവുകളുണ്ട്. ഇതിന് പിന്നിൽ ഈ ലോകബാങ്കിന്റെ കടമെടുത്ത് ഈ പറഞ്ഞ പദ്ധതി നടപ്പാക്കിയ അന്നത്തെ MLA
അതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ അഴിമതി നടത്തിയിട്ടുണ്ട് ഇല്ലേ? എന്തടിസ്ഥാനത്തിലായിരിക്കും ഇതുപോലെ ഒരു ചോദ്യം എന്താന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ അതിന് വല്ല കണക്കും കാര്യങ്ങളുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ പദ്ധതി ജനങ്ങൾക്ക് എത്തിക്കൊടുക്കുന്ന രീതിയിലേക്കുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിലേക്കുള്ള മതിയായ വെള്ളം കൊടുക്കാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തില്ല. രണ്ടാമത് ഈ പറഞ്ഞ കാസ്റ്റൈൻ അടക്കം വരുന്ന എല്ലാ പൈപ്പുകളും ഇട്ടു. എന്താ ഇതിനൊക്കെ ഇതുള്ളത്? ഇപ്പോഴും ആ പറയുന്ന പൈപ്പുകൾ ആ പറയുന്ന ഒരു നല്ല ലോഡിൽ വരുമ്പോഴോ എന്താ പൊട്ടണത്? എന്താ ആദ്യത്തെ വെള്ളം വിട്ടപ്പോ തന്നെ 100 കണക്കിന് സ്ഥലത്ത് പൊട്ടിപ്പോയി. എന്താ അത്? ഗുണമേന്മയില്ലാത്ത സാധനങ്ങളാണ് ഭൂമിക്ക് അടിയിലിട്ടിരിക്കുന്നത് അല്ലെ? പൈപ്പുകളും അതിന്റെ പാട്ടിൽ അശാസ്ത്രീയമായി ചെയ്തു അല്ലെ? ഇതെല്ലാം തന്നെ ജനങ്ങളുടെ തലവിധിയായി മാറ്റിയത് ആ കാലഘട്ടത്താണ്. ഇപ്പോഴും അത് പരിഹരിക്കുന്ന രീതിയിലേക്കുള്ള മറ്റേ ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ടുള്ള പുതിയ പൈപ്പുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കൂടി നേരത്തെ വെള്ളം എത്തിക്കാവുന്ന രീതിയിലേക്കുള്ള ചോദ്യം കൂടി. അതായത് ഈ 8 കോടി രൂപ ഇപ്പോഴും അടയ്ക്കാനില്ലേ? അടയ്ക്കാനുണ്ട്. അടുത്ത ഭരണം വരുമ്പോ അത് അവര് തന്നെ അടക്കണ്ടേ? അല്ല, അതിൽ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ അടക്കം കഴിഞ്ഞ ഇതിൽ ഇപ്പോ ഈ 2 മാസം മുന്ന് കാരണം വാട്ടർ അതോറിറ്റി വെള്ളം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രീ റോഷി അഗസ്റ്റിൻ നമ്മുടെ മറ്റേ മന്ത്രിയെ പോയി കണ്ടിരുന്നു. അതിൽ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പൊ എല്ലാ പഞ്ചായത്തും, ഈ പഞ്ചായത്ത് മാത്രമല്ല, മാള ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല ഈ കുടിവെള്ള പ്രശ്നമുള്ളത്. 6 പഞ്ചായത്തിൽ, മണ്ഡലത്തിലെ 6 പഞ്ചായത്തിൽ കുടിവെള്ള പ്രശ്നമുണ്ട്. 2 പഞ്ചായത്തിൽ മാത്രമേ ഇത്തിരി വിഷമം കുറവുള്ളൂ. കൂടുന്ന കൊഴൂരും അതുപോലെ തന്നെ അന്നമണ്ടിയും. അവർക്ക് പുഴയുണ്ട്, തൊട്ടടുത്ത് പുഴയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വെള്ളത്തിന്റെ വലിയ രീതിയിലൊക്കെയുള്ള ആവശ്യമില്ല. അപ്പൊ ആയതുകൊണ്ട് ബാക്കിയുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഈ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ വന്നിരുന്ന ജനങ്ങൾ വെള്ളം കുടിച്ച വെള്ളപ്പണം അത് പിരിച്ചെടുത്ത് സാധനം കൊടുത്തിട്ടില്ല. 2 ആ വലിയ രീതിയിലേക്കുള്ള മിസ്യൂസ് ചെയ്യാവുന്ന രീതിയിലേക്ക് അവസ്ഥ ഉണ്ടായി. വലിയ രീതിയിൽ വെള്ളം പാഴായിപ്പോയി. ഇതൊക്കെ തന്നെ പിന്നെ സംസ്ഥാന ഗവൺമെന്റിന് മുന്നിൽ നമ്മൾ പ്രയർ നടത്തിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഒന്ന് കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പരമാവധി നമുക്ക് കുറച്ച് വന്ന് അത് അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തരണം എന്ന ആ രീതിയിലേക്ക് ഭരണകർത്താക്കളും ഈ 8 കോടി രൂപ അടിച്ച് അല്ല, അതില് ഗവൺമെന്റ് തീരുമാനം എടുക്കണം. ആ ഗവൺമെന്റ് തീരുമാനം എടുക്കാവുന്ന രീതിയിലേക്കുള്ള അപേക്ഷകളും കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഗവൺമെന്റ് അതിന്റെ ഭാഗമായിട്ട് ഈ പഞ്ചായത്തുകളെല്ലാം തന്നെ വിളിപ്പിക്കാവുന്ന രീതിയിലേക്കുള്ള ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളുണ്ടാവും. അതിൽ വരുന്ന ഒരു തീരുമാനപ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ ഇത് ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളിൽ നിന്ന് കഴുത്തറുത്ത് മേടിക്കാനുള്ള സംവിധാനം ഇല്ല. അത് പഞ്ചായത്തിന്റെ ആ രീതിയിലേക്ക് ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആ രീതിയിലേക്ക് എന്നെ ആ രീതിയിലേക്ക് ഇവരോട് കഴിഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ എന്താണ് ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത്? ഇവിടെ UDFന്റെ പ്രതിനിധിയും LDFന്റെ പ്രതിനിധിയും വർഷങ്ങളായി നമ്മുടെ മാള പഞ്ചായത്ത് ഭരിച്ചിട്ട് ഇപ്പോൾ ഈ സമയത്ത് ഇലക്ഷൻ തൊട്ട് നിൽക്കുന്ന ഈ സമയത്ത് അവർ പരസ്പരം ആരോപണങ്ങൾ മുഴക്കുകയാണ്. ഇതിന്റെ തെളിവെന്താണ്? മാള പഞ്ചായത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം പോലും നടന്നിട്ടില്ല. ഒന്നിനും ശാശ്വതമായ ഒരു പരിഹാരം വന്നിട്ടില്ല. 2020 പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഏറ്റവും ആദ്യം, കുടിവെള്ള പ്രശ്നം ആദ്യം, പിന്നീട് ജനങ്ങൾക്ക് റോഡ്, സുരക്ഷിതമായ റോഡ് എന്ന് പറയും. പഞ്ചായത്ത് റോഡുകൾ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രം പഞ്ചായത്ത് റോഡുകൾ നന്നാക്കുന്നു. തെരുവ് വിളക്കുകൾ, കൊല്ലിക്കൽ പട്ടാളപ്പടി റോഡിന്റെ എൻട്രൻസിൽ തന്നെ ഇരുട്ടാണ്. അതില് വിളക്കുകൾ തെളിയിക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത ഭരണ സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് 2020 ഭരണത്തിൽ വരുമ്പോൾ ആദ്യമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ജനങ്ങൾക്ക് പാർപ്പിടം, ഇവിടെ ലൈഫ് പദ്ധതി വഴിയായിട്ട് 4 ലക്ഷം രൂപയാണ് ഒരു വീട് വയ്ക്കാൻ കൊടുക്കുന്നത്. അതിന് തറ കെട്ടി കഴിയുമ്പോഴേക്കും ആ പൈസ തീരും. 2020 പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഞങ്ങൾ വീടുകൾ വെച്ചു കൊടുക്കുന്നു. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. രണ്ടാമതായി ഞാൻ പറയാൻ വരുന്നത് 9ാം വാർഡിൽ കൃത്യമായ പദ്ധതികളുണ്ട്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ദൈനംദിന കാര്യങ്ങളുടെ പ്രവർത്തനം. അതുകൂടാതെ ഞാൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പദ്ധതികൾ കൃത്യമായി ഞാൻ വീടുകളിൽ എത്തിക്കുന്നതാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ ശാശ്വതമായ പരിഹാരം കാണാൻ ഇവർക്ക് ഇത്ര വർഷങ്ങളായിട്ട് വാർഡിൽ പോലും സാധിച്ചിട്ടില്ല. എങ്കിൽ എന്തുകൊണ്ട് ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യണം? എന്തുകൊണ്ട് ഇവരെ വീണ്ടും തെരഞ്ഞെടുക്കണം? 5 വർഷം ഞങ്ങൾ ചോദിക്കുന്നു. 2020 പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ 9ാം വാർഡിലെ വോട്ടർമാരോട് ചോദിക്കുന്നു, 5 വർഷം തരൂ. 2020 വികസന മോഡൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അടിസ്ഥാന വികസനങ്ങളുടെ സൗകര്യങ്ങളുടെ വികസനം മാത്രമല്ല, മാള പഞ്ചായത്തിനെ മാളയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല പഞ്ചായത്താക്കി മാറ്റിയെടുക്കാനാണ്. അത് പറയുന്നത് കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച ഭരണസമിതിയാണത്. 25.8 കോടി രൂപ അടയ്ക്കാതെ വാട്ടർ അതോറിറ്റി പഞ്ചായത്തിലെ കുടിവെള്ളം നിർത്തിവെച്ചു. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചു. ഇപ്പൊ 8 കോടിയായിരിക്കാം. അന്ന് 25.86 കോടി കൊടുക്കാനുള്ളപ്പോഴാണ് വാട്ടർ അതോറിറ്റി ജലം കൊടുക്കുന്നത് നിർത്തിവെച്ചത്. അപ്പൊ എന്തായാലും താങ്കളുടെ ഒരു ഭരണം വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ശാശ്വതം ഒരു പരിഹാരം ഉണ്ടാവും. തീർച്ചയായിട്ടും. അത് ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നം, ഉപ്പുവെള്ളം തടയണം. എത്ര വർഷങ്ങളായി ഇപ്പൊ ഇവിടെ പ്രതിനിധി ജിനേഷ് സംസാരിച്ചു.
എത്ര വർഷങ്ങളായിട്ട് ജനങ്ങൾ ദുരിതത്തിലാണ്. 17-ാം വാർഡിൽ മത്സരിച്ച് ജയിച്ച അവിടുത്തെ വാർഡ് മെമ്പറായിരുന്ന ജിനേഷിനോട് ഞാൻ ചോദിക്കുകയാണ്, 17-ാം വാർഡിൽ ഇപ്പോഴും ഈ ഉപ്പ് തടയണ പദ്ധതിക്ക് എന്തുകൊണ്ട് ഈ പദ്ധതി വരും, നാളെ വരും, ഇന്ന് വരും, അതിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, ഇന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയലല്ല ജനങ്ങൾക്ക് ആവശ്യം. അത് ചെയ്തു കൊടുക്കലാണ്. ഉപ്പുവെള്ള തടയണ ശാശ്വതമായ പരിഹാരങ്ങൾ എന്തുകൊണ്ട് ഇത് ഇവർക്ക് ചെയ്യാൻ സാധിച്ചില്ല? അപ്പൊ എന്തായാലും താങ്കളുടെ 2020 ഈ ഒരു പ്രസ്ഥാനം ഈ പറയുന്ന 9-ാം വാർഡിൽ വരികയാണെങ്കിൽ ഈ പറഞ്ഞ വികസനങ്ങളെല്ലാം കൊണ്ടുവരും. വികസനങ്ങൾ കൊണ്ടുവരുമെന്ന് മാത്രമല്ല, മാളയിലെ 9-ാം വാർഡ് മാളയിലെ ഏറ്റവും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർഡാണ്. അതായത് ഇപ്പൊ മാള ഗ്രാമപഞ്ചായത്ത് 1-ാം സ്ഥാനത്ത് എത്തി എന്ന് പറയുന്ന പോലെ ഈ 9-ാം വാർഡ് 1-ാം സ്ഥാനത്ത് എത്തിക്കും. 1-ാം സ്ഥാനത്ത് എത്തിക്കും. പല പദ്ധതികൾ ഞാൻ മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അതെല്ലാം കൃത്യസമയത്ത് ഞാൻ ഓരോ വോട്ടർമാരുടെയും മുമ്പിൽ എത്തിക്കുന്നതാണ്. ഓക്കെ. പക്ഷെ താങ്കൾ ഉന്നയിച്ചൊരു വിഷയമുണ്ട്. അതായത് ജിനേഷ് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം താങ്കൾ ഉന്നയിച്ചു. അതിന് ജിനേഷിന്റെ സംസാരം താങ്കൾ കേട്ടായിരുന്നു. ഒരു വിഷയത്തിന് വരുമ്പോൾ താങ്കളുടെ കയ്യിൽ അതിനുള്ള എവിഡൻസ് പറയാം, അതെന്താണെന്നൊന്ന് വ്യക്തമാക്കണം. പറഞ്ഞ കാര്യം ഇതാണ്, അതായത് ജലനിധി പദ്ധതി, ആ പദ്ധതിക്കെതിരെയാണ് ഞാൻ അനുമതി എന്ന് പറഞ്ഞത്. ശരി. ഇപ്പൊ ജിനേഷ് പറഞ്ഞു കേസ് കൊടുക്കുന്നത്. അപ്പൊ കേസ് കൊടുക്കുന്ന മുറയ്ക്ക് ഞാൻ അടുത്ത കാര്യം അങ്ങോട്ട് പറയാം. അതായത് 2014 മുതൽ 2015 എത്ര ടൈം വരെ താങ്കൾ ഈ പറയുന്ന സ്കീം ഡെവലപ്മെന്റ് കമ്മിറ്റി ഉണ്ടായിരുന്നത്? 15 വരെ. ആ വർഷം ആ കമ്മിറ്റിയുടെ ഓഡിറ്റിംഗ് നടന്നിട്ടുണ്ടോ? ഇല്ല, നടന്നിട്ടില്ല. തർക്കിക്കണ്ട. ഞാൻ എന്റെ ഞാൻ ചില രേഖ തരാം, ഞാൻ വാട്സപ്പ് രേഖ തരാം. 2015 കാലഘട്ടങ്ങളിൽ 2014-15 ഘട്ടങ്ങളിൽ ഓഡിറ്റിംഗ് നടന്നിട്ടില്ല. 2016-17 ഫിനാൻഷ്യൽ ഇയർ ഓഡിറ്റിംഗ് നടന്നിട്ടില്ല. നടന്നേക്കുന്നത് 2017-18 ഫിനാൻഷ്യൽ ഇയർ ഓഡിറ്റിംഗ് നടന്നേക്കുന്നത്. പാള ഗ്രാമപഞ്ചായത്തിൽ പ്രശ്നോസിൽ ഇലഞ്ഞിക്കൽ എന്ന് പറയുന്ന ഞാൻ വിവരാശം വെച്ചെടുത്ത് എന്റെ പ്രൂഫ് എന്റെ അടുത്തുണ്ട്. വേണമെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയയിൽ ഈ ചാനൽ കഴിച്ചപ്പോ തന്നെ ഞാൻ സാധനം പ്രസിദ്ധീകരിക്കുന്നതാണ് ഞാൻ. അപ്പൊ ഇപ്പൊ എന്തുകൊണ്ട് ഓഡിറ്റിംഗ് നടന്നില്ല? എന്തുകൊണ്ട് ഓഡിറ്റിംഗ് നടന്നില്ല? അപ്പൊ അത് അഴിമതിയല്ലേ? കേസ് കാര്യം പറയുമ്പോ കേസ് കൊടുത്ത് പേടിപ്പിക്കുന്ന പറഞ്ഞ ഞാനൊന്നും അങ്ങോട്ട് പറഞ്ഞുതരാം. ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം. അത് കഴിഞ്ഞു, അത് സംസാരിച്ചു. ഓക്കെ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവിടെ ഇറിഗേഷൻ പദ്ധതികളുടെ കേസുകൾ ഒരുപാട് പറയുന്നുണ്ടായിരുന്നു. നമുക്കറിയാം മാളയിൽ വന്നേക്കുന്ന ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ നമുക്കറിയാം ചാലക്കുടി പുഴ ബേസ് തരുന്ന ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇറിഗേഷൻ പദ്ധതികളുള്ളത്. അതില് നമ്മുടെ ആരാധനായ മാളയുടെ മാണിക്യമായ ശ്രീ കെ കരുണാകരൻ കൊണ്ടുവന്ന ഒരുപാട് പദ്ധതികൾ ഇറിഗേഷൻ പ്രോജക്റ്റുകളാണ് ഇപ്പം നിലവിലുള്ളത്. അതുപോലും നേരെ ചൊവ്വേ മെയിൻറ്റെയിൻസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് പരിപോഷിക്കാനും ഇപ്പോൾ 2 മുന്നണിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. കൂനമ്പറമ്പിൽ ഒരു 45 ഏക്കറിന് വില വരുന്ന ഒരു കുളം കിടക്കുന്നുണ്ട്. ആ കുളത്തിൽ വരേണ്ട ഒരു പ്രൊജക്ട് കാവനാട് കൊണ്ട് 12 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് പ്രൊജക്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവരുടെ സമര നേതാവ് മൈനർ ഇറിഗേഷന്റെ NOC ഇല്ലാത്ത പ്രൊജക്ട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഷെഡ് പണിതുകൊണ്ട് സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടാണ് ഈ പറയുന്ന അവിടെ കൊണ്ട് ഈ പറയുന്ന കാവനാട് ഒരു പ്രൊജക്ട് കൊണ്ട് വെച്ചേക്കുന്നത്. അപ്പൊ പൊതുജനങ്ങളെ വിഡ്ഢികളാക്കല്ലേ ഇവര്? അതെ. അപ്പൊ എന്തായാലും രണ്ടാമത്തെ കേസ് ഉപ്പുവെള്ളത്തിന്റെ ഈ തടങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. 8ഓളം ഫണ്ടുകളാണ് മാള ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ളത്. ചെറു ഫണ്ടുകൾ തൊഴിലുറപ്പിലോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് അതിനെ ഏറ്റവും നല്ല മാതൃകയാണ്. അവര് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഈ പറയുന്നത് ചെയ്തിട്ടില്ല. ഇവര് ചെയ്യാതെയാണ് ഇവര് വികസനം എന്ന് പറയുന്നത്. നമുക്കറിയാം മാളയിൽ 60% വരുന്ന ജനങ്ങൾ കാർഷിക വൃത്തി എന്ന് പറഞ്ഞിട്ടാണ് പഞ്ചായത്ത് ഇറക്കിയത് 2021 ഒരു ബുക്ക്ലെറ്റിലുള്ളത്. അപ്പൊ ഏകദേശം നമുക്ക് സമയം കാർഷിക മേഖലയിൽ സമയത്തിന്റെ കുറവുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ പറയാം നമുക്ക് എല്ലാവർക്കും 2 മിനിറ്റും കൂടി തരാം എല്ലാവർക്കും. അതായത് ഈ പറയേണ്ട കാര്യങ്ങൾ ഇനിയിപ്പോ ജനങ്ങളോട് ചോദിക്കാനുള്ളത് ഒരുപാട്. ഇപ്പൊ താങ്കളുടെ പക്ഷം കേൾക്കുകയാണെങ്കിൽ ഒരുപാട് അഴിമതിയും അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പൊ ജനങ്ങളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അവസാനമായിട്ട് കാലങ്ങളായിട്ട് നമുക്കറിയാം മാള 2 മുന്നണികളാണ് മാറി ഭരിക്കുന്നത്. നമ്മുടെ ഈ മാളയുടെ അവസ്ഥ നമുക്ക് ഏകദേശം അറിയാം. ഒരു കാലത്ത് ചരിത്രവും പൈതൃകവും സാംസ്കാരികവും സമ്പന്നമായിട്ട് ഒരു കാലത്ത് ഉന്നതിൽ നിന്നിരുന്നു. അവസാനമായിട്ട് പറഞ്ഞു നിർത്തിക്കോട്ടെ എന്ന് പറയുന്ന പ്രദേശത്ത് നിലവിലെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഏറ്റവും വലിയ എക്സാമ്പിളുകൾ മാള ടൗണിൽ തന്നെ കിടക്കുന്നുണ്ട്. ഒന്ന് ജൂത സിനഗോഗ്, ജൂത സെമിത്തേരി മുതലായ ഈ പറഞ്ഞ ചരിത്രപരമായ വസ്തുക്കൾ എങ്ങനെ കിടക്കണമെന്നുള്ളത് നമുക്കറിയാം. ഇതെങ്ങനെയാണ് ഇത് ഇങ്ങനെ കിടക്കാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. മലമാണിക്യ യുവാക്കൾ കളിച്ചിരുന്ന ഒരു കളിസ്ഥലമാണ്. പ്രബലമായ നേതാക്കന്മാര് കറക്റ്റായിട്ട് അതിന്റെ കാര്യങ്ങൾ നോക്കാതെ പോയി അവിടെ സ്റ്റേഡിയം നിർമ്മിച്ചതിന്റെ പേരിൽ ഇന്നിപ്പോ ഇവിടെയുള്ള യുവാക്കൾ കളിക്കാനുള്ള ഒരു പ്രദേശത്ത് നിലവിൽ മാള ബേസ് കേന്ദ്രത്തിലില്ല. അങ്ങ് വലിയുറമ്പി പോകണം. അപ്പൊ ഇവരാണ് ഈ പറയുന്ന വികസന ഉരുടിപ്പ് ഈ മാളയിൽ ഉണ്ടാക്കിയത്. കാർഷിക മേഖല ആയാലും എന്ത് കാര്യങ്ങളിലായാലും വികസന ഉരുടിപ്പും മാളയെ കൊണ്ടുവന്നേക്കുന്നത് ഈ പറയുന്ന 2 പ്രബല മുന്നണികളാണ്.
9 വരുന്ന SC ST വിഭാഗങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ പോലും വികസനങ്ങൾ ഇന്ന് വരെ നേരെ ചൊവ്വെത്തിയിട്ടില്ല. ഈ പറയുന്ന കട്ടിലും മറ്റുള്ള കാര്യങ്ങളും മാത്രമാണ് ഇവർ കൊടുക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് നൈപുണ്യ വികസനങ്ങളൊന്നും ഇവരിലേക്ക് എത്തിക്കുന്നില്ല. അടിസ്ഥാന താഴെ കിടന്ന നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് അവസാനമായിട്ട് ജനങ്ങളോട് ചോദിക്കാനുള്ളത്? അതായത് ഇപ്രാവശ്യം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടക്കുന്ന ജനവിധി നിങ്ങൾ വിനിയോഗിക്കുമ്പോൾ വ്യക്തമായിട്ട് വികസന കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ വിനിയോഗിക്കണമെന്നാണ് ഈ ഒരു വേളയിൽ എനിക്ക് ഉറക്കെ പറയാനുള്ളത്. ജിനേഷ്, അവസാനമായിട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മാള ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനത്തെന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ 2025-26 സാമ്പത്തിക വർഷത്തിലെ 24-25 സാമ്പത്തിക വർഷത്തിലെ എക്സ്പെൻഡിച്ചറിന്റെ കണക്ക് പ്രകാരം മാള പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിലെ 103ാം സ്ഥാനത്താണ് എക്സ്പെൻഡിച്ചറിൽ. വളരെ മോശപ്പെട്ട ഒരു സ്ഥിതി. അതിന് തൊട്ട് താഴെയാണ് മാള ബ്ലോക്ക് പഞ്ചായത്ത്. ഇതൊക്കെ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട്, വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ നമ്മുടെ എക്സ്പെൻഡിച്ചറിന്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ഓൺലൈനിൽ കിട്ടും. 103ാം സ്ഥാനത്തെ മാള പഞ്ചായത്ത്. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ജോയിച്ചേട്ടൻ നേരത്തെ പറഞ്ഞു ജിനേഷ് എന്തുകൊണ്ട് 17ാം വാർഡിൽ തടയാൻ കേട്ടില്ലെന്ന്. ജിനേഷ് അല്ല തടയണ കെട്ടണം. മാള പഞ്ചായത്ത് 17ാം വാർഡിൽ ഒരു തടയണമില്ല. 17ാം വാർഡിൽ ഒരു തടയണമില്ല. തടയണൊക്കെ കിടക്കുന്നത് എവിടെയാ? 15ാം വാർഡിലും 16ാം വാർഡിലാണ്. നേരത്തെ പറഞ്ഞു 17ാം വാർഡിൽ ഒരു തടയണില്ല. അപ്പൊ കൃത്യമായി നേരത്തെ സോഷ്യൽ എക്കണോമിക് സിസ്റ്റം പഠിച്ച ആൾക്ക് 17ാം വാർഡിൽ തടയണില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ അവരുടെ വികസന കാഴ്ചപ്പാട് എന്തെന്ന് മനസ്സിലാക്കും. പേരെടുത്ത് പറയുമ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ വേണം. അതായത് പിന്നെ പറയാം, അതായത് മാള പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ ഒരു കുടിവെള്ള പ്രശ്നമുണ്ട്. ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണം. പൊയ്യ പഞ്ചായത്തിന് ഒരു മാതൃകയാണ്. നേരത്തെ ഇവിടെ രവിച്ചേട്ടൻ പറഞ്ഞു അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റില്ലെന്ന്. പൊയ്യ പഞ്ചായത്ത് അവിടെ ഒരു സംവിധാനം കൊണ്ടുവന്ന് പുതിയൊരു എക്കണോമിക് അല്ല, അത് ഞാൻ പറഞ്ഞോളാം, അത് പറയേണ്ടത് അല്ല. നഗരസഞ്ചയ പദ്ധതി കൊണ്ടുവരാൻ പറ്റുമല്ലോ, പദ്ധതി കൊണ്ടുവരാൻ പറ്റുമല്ലോ. പറ്റൂല എന്നാണ് രവിച്ചേട്ടൻ പറഞ്ഞത്. പൊയ്യ പഞ്ചായത്ത് അതിനൊരു മാതൃകയാണ്. പദ്ധതി കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരാണെങ്കിലും അത് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയ പദ്ധതിയാണ്. അതിന് ക്രിയാത്മകമായ ഞാൻ പറയട്ടെ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ ആയാലും കേന്ദ്ര സർക്കാരിന്റെ ആയാലും അത് നമ്മുടെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കൊണ്ടുവരുന്ന പദ്ധതികളാണ്. അത് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. ജനങ്ങളുടെ നികുതി പണമാണ് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റും മറ്റു കാര്യങ്ങളും കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്. അത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അത് ക്രിയാത്മക പദ്ധതി ആവിഷ്കരിച്ച് മേടിച്ചെടുക്കാൻ കഴിയുന്ന കഴിവാണ് അതിന്റെ പ്രത്യേകത. അവിടെ അതായത് മേടിച്ചെടുക്കാനുള്ള കഴിവ് നമുക്ക് ഒരുപാട് പദ്ധതി, നബാർഡിന്റെ പദ്ധതി ഉണ്ട്. മാളക്കാല് കെട്ടാനായിട്ടുള്ള നബാർഡിന്റെ പദ്ധതി കിട്ടി. ആ നബാർഡിന്റെ പദ്ധതിയിൽ കൃത്യമായി DPR തയ്യാറാക്കാൻ പറ്റാണ്ട് ആ പദ്ധതി പണം ലാപ്സാക്കി മാള ശുദ്ധജല തടാകമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര ബാങ്ക് കാർഷിക വികസന ബാങ്കിന്റെ പദ്ധതി പണം കിട്ടിയിട്ട് DPR തയ്യാറാക്കാൻ പറ്റാതെ ഇത് ആ ഫണ്ട് ലാപ്സാക്കി കളഞ്ഞു. നമുക്ക് കൃത്യമായി കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചേംബർ നിർമ്മിക്കണം. അഡീഷണൽ ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സംഘടിപ്പിച്ച് ഇപ്പൊ മൂഴിക്കക്കടവിൽ ഉണ്ടാക്കി 2 ഏക്കർ ഭൂമി അത് ചെയ്യണം. അത് മാത്രമല്ല നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഏറ്റവും മാള പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാർഡിലെ റോഡാണ് പട്ടാളപ്പടി കൂനമ്പറമ്പ് റോഡ്. ഇന്ന് അതിലൂടെ സഞ്ചരിച്ചാൽ നമുക്കുണ്ടാകുന്ന അവസ്ഥ മനസ്സിലാകും. ഞാൻ മെമ്പറായിരിക്കുന്ന സമയത്താണ് 1.5 അടി അത് ഉയർത്തി 2 കാലിട്ട് ആ സാധനം കൃത്യമായി വെള്ളം ഇവിടെ നമ്മുടെ കൊല്ലിക്കയിലേക്ക് എത്തിച്ച് കൃത്യമായി അവിടെ റോഡ് സുരക്ഷിതമാക്കി നമ്മൾ കൊണ്ടുപോയത്. ആ റോഡ് ഞാൻ മെമ്പറായിരിക്കുമ്പോഴാണ് നടപ്പിലാക്കിയത് ആ വാർഡില്. ഏതുകൊല്ലെന്നാ അന്നെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞ ഏതുകൊല്ലം ഞാനുള്ളപ്പോഴല്ലോ ചെയ്തേ. ഏതുകൊല്ലെന്ന് പറയുന്നത് ഞാൻ 2015-2020 കാലഘട്ടത്തിലാണ് അതിന്റെ പദ്ധതിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ശരി, എല്ലാം ശരിയാണ്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒറ്റ കാര്യം എന്നോട് ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് പറയല്ല, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അത് അവസാനിപ്പിക്കണം. അതായത് മാളയെ സംബന്ധിച്ചിടത്തോളം മാള ഒരു കലാകാരന്മാരുടെ ഏരിയയാണ്. ഒരുപാട് നാടൻ കലാകാരന്മാർ. ഇതുപോലെ തന്നെ കുടിയേറിപ്പാർത്ത ഇവിടെ ഗൗഡ സാരസ ബ്രാഹ്മണന്മാരുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ കുടിയേറിപ്പാർത്ത ആളുകളാണ് കുടുംബി സമുദായം. അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ കരിന്തലം കൂട്ടം എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നാടൻ കലാകേന്ദ്രമുണ്ട്. 30 വർഷമായി അവർ കഴിഞ്ഞോണം അതിൻ്റെ വാർഷികാഘോഷം. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നാടൻ കലാകാരന്മാരെ ആദരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് അവരുടെ കലകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു കാര്യം ഈ പഞ്ചായത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വീടുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ പണം 1 ലക്ഷം രൂപ ഉള്ള അവരുടെ
പദ്ധതി പണത്തിൽ ഈ വീട് വെച്ച് കൊടുക്കാനുള്ള പദ്ധതി പണത്തിൽ PMAY സ്കീമിൽ 1 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ പണം ഇതുവരെ അവർക്ക് ലഭിക്കാതെ പണി പൂർത്തീകരിക്കാതെ ഒരുപാട് വീടുകളുണ്ട്. ശരി, ഇപ്പൊ അപ്പൊ ഈ ലൈഫ് ഒമ്പതാം മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം IAY പദ്ധതി പ്രകാരം ഇന്ദിരാവാസ് യോജന പദ്ധതി പ്രകാരം മാള പഞ്ചായത്തിൽ 500 വീടുകൾ നിർമ്മിക്കാൻ കഴിയുമായിരുന്നു ഒരു 5 വർഷം കൊണ്ട്. ഇന്ന് 8 വർഷം കൊണ്ട് 287 വീടുകൾ മാത്രം ലൈഫ് മിഷനിൽ ഇവിടെ മാള പഞ്ചായത്തിൽ പണിയാൻ പറ്റും. ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞു 6 കുടുംബങ്ങൾക്ക് പട്ടയമില്ല. അതുപോലെ തന്നെ കാവനാട് ചിറയുടെ സംരക്ഷണം, ശരി. അതുപോലെ തന്നെ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട്, ശരി. അതുപോലെ തന്നെ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം, നമ്മുടെ മാളച്ചാലിലെ സ്ലൂയിസ്, ശാശ്വതമായ സ്ലൂയിസ് സംവിധാനം, അതുപോലെ തന്നെ ഈ പറയുന്ന ഗൗഡസാരസ് ബ്രാഹ്മണന്മാരുടെയും കുടുംബികളുടെയും വന്നു കയറിയ ആളുകളെ യഹൂദരന്മാർ മാത്രമല്ല ആ പൈതൃകത്തിന്റെ ടർപ്പായ ഷീറ്റ് ഇട്ട് മൂടിയേക്കേണ്ട ഒരു ഗതികേട്. അപ്പൊ അതുപോലെ തന്നെ പതിയേരി ക്ഷേത്രം, പാമ്പുവയ്ക്കാട്ട് മന, അങ്ങനെയുള്ള പിന്നെ സമീപ പ്രദേശങ്ങളിൽ മറ്റേ അച്ചുകൂടൊക്കെ ഉണ്ടായ സ്ഥലങ്ങളുണ്ട്, സാമ്പാളൂർ. അങ്ങനെ മാളയെ ശരിക്കും പറഞ്ഞ ഒരു ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും മാള പഞ്ചായത്തിന് കൊണ്ടുവരാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഗുണനിലവാരമുള്ള പച്ചക്കറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശം മാളയിലുണ്ട്. ഒരുപാട് അവാർഡ് കിട്ടിയ ആളുകളുണ്ട്. അവർക്ക് കൃത്യമായ വിപണനം നടത്താനായിട്ടുള്ള ഒരു വിപണന സാധ്യത ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പഞ്ചായത്തിലെ വിപണന കേന്ദ്രം, VAPC ഔട്ട്ലെറ്റ് ഉണ്ട്. അത് മാത്രം പോരാ, കാർഷിക വിപണന കേന്ദ്രം, കുടുംബശ്രീ എന്ന പറഞ്ഞ നോഡൽ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടു കൂടി തൊഴിൽ പരിശീലനങ്ങൾ നൽകി അവർക്ക് സ്കിൽഡ് ലേബേഴ്സാക്കി മാറ്റി അവർക്ക് സ്വയം പര്യാപ്തരായി മാറുന്നതിനുള്ള വരുമാനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇത്രയും കേട്ടില്ലേ, അതായത് 1-ാം നമ്പർ പഞ്ചായത്താണെന്ന് ഏത് ഇന്റർവ്യൂവിലും താങ്കളാണ് പറയാറുള്ളത്. അവസാനമായിട്ട് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ താങ്കളുടെ വാർഡിലെ ജനങ്ങളോടും എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത്? ഇല്ല, ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു വരുന്ന ഒരു ചർച്ച, ഇത് നമ്മുടെ ആശയങ്ങൾ എന്താണെന്നും ജനങ്ങളുമായിട്ട് പങ്കിടുന്നതിനുള്ള വേണ്ടിയിട്ടാണ് ലൈം ലൈറ്റ് എന്നുള്ള നമ്മുടെ പറഞ്ഞ ചാനൽ അതിൻ്റെ വേണ്ടി ശ്രമിക്കുന്നത്. വളരെ സന്തോഷം ഈ കാര്യത്തിലുണ്ട്. കാരണം ഞങ്ങളുടെ അഭിപ്രായങ്ങളും ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ എനിക്ക് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യത്തിൽ 1000 കാര്യങ്ങൾ കാക്കത്തുള്ള 1000 കാര്യങ്ങൾ പറയാം. അതിനൊക്കെ തന്നെ ഇപ്പോൾ മറുപടി പറയാനൊന്നും നമുക്ക് നേരമില്ല. പക്ഷെ അത് പലതും പരിശോധിച്ചാൽ ഈ പറയുന്നത് പലതും കള്ളാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ ഞാൻ ചുരുക്കം പറഞ്ഞു, ഇപ്പോൾ ജോയി നേരത്തൊരു കാര്യം, ശ്രീ ജോയി ഒരു കാര്യം പറഞ്ഞു, 2020 വേണ്ടി പറഞ്ഞു. അതായത് ലൈറ്റ് ഒരു മൂലയ്ക്ക് തുടക്കത്തിൽ ലൈറ്റ് ഇല്ല. ഏത് കാലമേ ലൈറ്റ് ഇല്ലാത്ത? അതായത് മാള ഗ്രാമപഞ്ചായത്ത് ജില്ലയിലല്ല സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ള പഞ്ചായത്ത് മാള. എല്ലാ മറ്റേതിലും ഏറ്റവും ഗ്രാമജ്യോതി പദ്ധതി ആയിട്ടേക്കണത്. ഒരൊറ്റ ലൈറ്റ് പോലും കണ്ടില്ല. ഇപ്പോൾ എന്നിട്ട് ഒരെണ്ണമാണ് എനിക്കിപ്പോൾ അയച്ചു തന്നിരിക്കുന്നത്, ഒരു കാലുമലത്തെ. ബാക്കിയെല്ലാം കത്തുന്നുണ്ട്. ഈ പറഞ്ഞ കൊല്ലിക്കൽ കൂരമ്പറമ്പ് റോഡിന്റെ അതിന്റെ ഭാഗമായിട്ട് ഒരു ലൈറ്റ് കത്തണില്ല. ഈ പറയുന്ന മറ്റേ ഇലക്ട്രോണിക് ഉപകരണങ്ങളല്ലേ, ഒരു മഴ വന്നാലും ഇത് വരുമ്പോൾ സാധനം വരും. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ അത് മാറിയിടും. അത് അല്ലാതെ വേറെ എവിടെയാണ് ഇപ്പൊ എത്താണ്? മാള പഞ്ചായത്തിന്റെ എല്ലാ ഊടുവഴികളിലും ലൈറ്റ് എത്തിയിട്ടുണ്ട് ഇല്ലേ? രാത്രി കാലങ്ങളിൽ വണ്ടി ലൈറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാവുന്ന രീതിയിലുള്ള സംവിധാനമുള്ള പഞ്ചായത്താണ് മാള. അപ്പൊ ഇവിടെ ആക്ഷേപം ഉന്നയിച്ച് ഈ പറഞ്ഞ ചാനലിലൂടെ ആ രീതിയിലേക്ക് പറഞ്ഞിട്ട് അതിനൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ കൂട്ടി പ്രിയപ്പെട്ട മറുപടി പറയാനില്ല. അല്ല, ഒരു കാര്യം കൂടി തന്നെ ഇപ്പൊ പ്രശ്നം നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ നൈപുണ്യ വികസനത്തിന്റെ മാള ഗ്രാമപഞ്ചായത്ത് പദ്ധതികൾ എടുത്തിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഇപ്പൊ ജില്ലയിൽ തന്നെ നൈപുണ്യ വികസന വലിയ പദ്ധതിയല്ലേ? അല്ല, അതൊക്കെ തന്നെ. എനിക്കൊരു ചോദ്യമുള്ളത്, എന്തിനാ കേരളത്തിൽ ഈ പറഞ്ഞ അന്യ സംസ്ഥാനത്ത് നമ്മുടെ തൊഴിലാളികൾ ഇവിടെ വരുന്നത്? എന്താ? ഇവിടെ സാധ്യതയുള്ളൂ, ഇവിടെ കൂലിയുള്ളൂ, അവർക്ക് ജീവിക്കാനുള്ള നിലനിൽക്കാൻ സാധ്യത ഇവിടെ മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞതല്ല, നമ്മൾ പോകുന്നുണ്ട്. നമ്മള് ജീവിത നിലവാരത്തിൽ നമ്മളെ ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ള സംസ്ഥാനം കേരളല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ ഇരുന്നിട്ടല്ലല്ലോ, നമ്മളും ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ അന്യ സംസ്ഥാനത്ത് പറഞ്ഞല്ല, അവിടെ ഈ പറയൽ മാത്രമല്ലേ ഉള്ളൂ. അവിടുത്തെ മുഴുവൻ ആൾക്കാരും ഈ പറഞ്ഞ ഉത്തരേന്ത്യക്കാർ മുഴുവനും കേരളത്തിൽ പണിക്ക് വരുന്നത് എന്താ? മാന്യമായ തൊഴിലും മാന്യമായ മറ്റേ പരിചരണവും കിട്ടുന്ന സംസ്ഥാനം കേരള. അപ്പൊ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ രീതിയിലേക്കല്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജലനിധി വേറെ നമ്മൾ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല, മറ്റുള്ള വിഷയങ്ങളിലൊന്നുമില്ല. എനിക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ വിഷയങ്ങളെല്ലാം തന്നെ ഒറ്റയടിക്ക് പരിഹരിക്കാൻ കഴിയില്ല. ക്രമപ്പെടുത്തിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മാള എന്നുള്ളത് ഇപ്പോൾ നിങ്ങളെ തൊട്ടടുത്തുള്ള മറ്റെല്ലാ പഞ്ചായത്തുകളും നോക്കിയാൽ ബ്ലോക്കിലെ ഏറ്റവും നല്ല പഞ്ചായത്ത് മാളെ എന്ന് വെച്ചാൽ എല്ലാ വികസനവും ഏറ്റവും കൂടുതൽ ആ രീതിയിലേക്ക് ഫണ്ട് വെച്ച് വികസനങ്ങളുടെ റോഡ് മാത്രമല്ല, ഇത് മാത്രമല്ല, എല്ലാ തലത്തിലുമുള്ള ആ രീതിയിലേക്കുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ട് നടത്തുന്നത് മാളയാണ്. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ഒരു 45 വർഷക്കാലമായി ഒരു എളിയ സമീപ പ്രവർത്തനമായി ഇവിടെ ഉണ്ട്. ഈ പറയുന്ന ഇപ്പൊ എനിക്ക് 9-ാം വാർഡിലെ മാന്യരായിട്ടുള്ള നല്ലവരായിട്ടുള്ള സഹോദരിമാര്, ജനാധിപത്യ വിശ്വാസികൾ എന്നെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് വേറെ കൂടുതൽ വാഗ്ദാനങ്ങളില്ല. അവരുടെ കൂടെ ഞാനുണ്ട്.
കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ട്, നാളെയും ഞാൻ അവരുടെ കൂടെയുണ്ട്. അത് മാത്രമാണ് എന്റെ സൂചിപ്പിക്കാനുള്ളത്. ഒറ്റ ചോദ്യം കൂടി, അതിനുശേഷം നമുക്ക് വോട്ട് ചോദിക്കാം ജനങ്ങളോട്. ഇതാണ് ചോദ്യം. അതായത് താങ്കളിപ്പോൾ സ്വതന്ത്രനാണ്, ഒരു പാർട്ടിയിലും ഇല്ല, ജയിച്ചാൽ എന്ത് സംഭവിക്കും? ഞാൻ ഇപ്പോഴത്തെ ഒരു ഇത് പറഞ്ഞാൽ, ഇപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയത്തിലും ഇല്ലാത്തവർ ഇവിടെ ജീവിച്ചു പോകണില്ലേ? പുറത്താക്കിയവരോട് താങ്കൾ പോവോ? അല്ല, ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇത് പറയുന്നില്ലേ, എനിക്കിപ്പോ അതിന് കൃത്യമായിട്ട് മറുപടി പറയാലോ. അതായത് ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു രാഷ്ട്രീയ വിശ്വാസം ഇല്ലാത്തവർ ജീവിച്ചു പോകണില്ലേ? അല്ല, ജീവിച്ചില്ലേ? ഒരു രാഷ്ട്രീയവർക്ക് വേണ്ട. ഇവിടെ ഇപ്പൊ എന്നെ ആ രീതിയിലേക്ക് അതൊരു നടപടിക്രമത്തിന്റെ ഭാഗമായി പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ എന്റെ കഴിഞ്ഞകാല പ്രവർത്തന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇപ്പൊ മുന്നോട്ട് പോകുന്നതിൽ ഒരു തടസ്സവും. എന്താ ഒരു ഇപ്പോ ഏതൊരു വ്യക്തിക്കും ആരും വേണ്ട. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എന്റെ ആശയങ്ങളുമായി മുന്നോട്ട് പോകും. അതിൽ എനിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഇസങ്ങളുമായി ഇപ്പൊ തന്നെ ഞാൻ അതിൽ ബന്ധപ്പെട്ടില്ല. ഞാൻ എന്റെ 46 വർഷക്കാലമായി എന്റെ മനസ്സിലുള്ള ആ ആശയങ്ങളുമായി തന്നെ അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകും. അതിൽ യാതൊരു വ്യതിയാനവും ഇക്കാര്യത്തിലില്ല. ആ ആശയങ്ങളാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ആ ആശയങ്ങളിൽ ഞാൻ പുറകോട്ട് പോകുന്നില്ല, ഒരു കാരണവശാലും ഞാൻ പുറകോട്ട് പോവില്ല, ആര് വിളിച്ചാലും ഇല്ല. പക്ഷെ എന്റെ ആശയങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന ചില നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പൊ നിലനിൽക്കുന്നത്. ഒരിക്കലും ഞാൻ പറഞ്ഞതല്ല, എന്നെ അറിയാവുന്ന ജനമാണ് ഈ മാളയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് 9ാം വാർഡിലെ ഞാൻ 3 ടൈമിൽ അവിടെ നിന്ന് ജയിച്ചതാണ്. ഞാൻ എന്റെ 27ാമത്തെ വയസ്സിൽ നിന്ന് ജയിച്ചതാണ്. ഇപ്പോ ഞാൻ ഈ പറഞ്ഞ ഈ കാലഘട്ടത്തിലും അവരോട് അതിന്റെ ഭാഗത്തുള്ള ഒരു ജനവിധി എനിക്ക് അനുകൂലമായി ഉണ്ടാകണമെന്ന് ഞാൻ അവരോട് പറഞ്ഞത് എന്താ, ഇനിയും ജീവിതം എത്രയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, പറയാൻ പറ്റില്ല. എന്റെ ജീവിതകാലം വരെ ഞാൻ ഈ സമൂഹത്തോടൊപ്പം നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും. നിങ്ങളുടെ വ്യതകളിലും ദുഃഖങ്ങളിലും സന്തോഷത്തിലും ഞാൻ ഉണ്ടാകും എന്ന് മാത്രമാണ് എന്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് ഇതിന്റെ ഭാഗത്ത് സൂചിപ്പിക്കാനുള്ളത്. എന്നെ ഉപേക്ഷിക്കരുത് എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അവസാനമായിട്ട് എന്താണ് 2020 പറയാനുള്ളത്? മാള പഞ്ചായത്തിൽ പ്രത്യേകിച്ചും 9ാം വാർഡിൽ സമഗ്രമായ വികസനം കൊണ്ടുവരും. മാള പഞ്ചായത്തിൽ ഒരു വ്യത്യസ്ത രാഷ്ട്രീയ സംസ്കാരം 2020 കൊണ്ടുവരും. അതിന്റെ മുൻപിൽ 2020 വേണ്ടിയിട്ട് 9ാം വാർഡിൽ ഞാൻ പ്രതിനിധിയായി നിൽക്കും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഉപ്പ് തടയണ പ്രശ്നം 17ാം വാർഡിൽ ഒരുപക്ഷെ എൻ്റെ അറിവ് കുറവായിരിക്കും. പക്ഷേ 17ാം വാർഡിലെ പല ഭാഗങ്ങളിലും നേതൃക്കൂടിയിൽ ആളുകൾ കഷ്ടപ്പെടുകയാണ്. അവർക്ക് എന്തുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കും. 3 വഴിവിളക്കുകൾ അവിടെ കത്തുന്നില്ല. ഇന്നലെ വൈകിട്ട് ഞാൻ ആ വഴി വന്നതാണ്. കൊല്ലിക്കൽ സാങ്കേതികത്വമായിരിക്കാം, എങ്കിലും ഞാൻ പറയുന്നു അവിടെ ഇരുട്ടാണ്. 3 പോസ്റ്റിൽ അവിടെ ലൈറ്റ് കത്തുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അടിസ്ഥാന വികസനം ഉറപ്പാക്കും. ഏറ്റവും അടിത്തട്ടിൽ നിന്നുള്ള ആളുകളെ തുടങ്ങി മുന്നോട്ടുള്ള ഓരോ ഘട്ടത്തിലും ജനങ്ങളുടെ എന്തെല്ലാമാണ് ആവശ്യങ്ങളെന്ന് മനസ്സിലാക്കി അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. 2020 മുന്നോട്ട് വയ്ക്കുന്നത് സുതാര്യമായ അഴിമതിയില്ലാത്ത ഭരണമാണ്. ശരി, താങ്ക് യു. ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, 2020 വേണ്ടി 9ാം വാർഡിന്റെ വികസനത്തിന് വേണ്ടി, സമഗ്ര വികസനത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വോട്ട് ചെയ്ത് തന്നെ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക. ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ മാളയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാളയെ നമ്മൾ സ്വദേശി ദർശൻ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ജൂത സിനഗോഗ്, അതുപോലെ സ്റ്റേഡിയം, നമുക്ക് ബഹുമാനപ്പെട്ട പി സുരേഷ് ഗോപി നമുക്ക് വാഗ്ദാനം നൽകുന്നതാണ്. പഞ്ചായത്ത് അല്ലെങ്കിൽ സർക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ, പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള പ്രോപ്പർട്ടിയാണ്, പഞ്ചായത്ത് ആവശ്യപ്പെടുകയാണെങ്കിൽ നിലവിലുള്ള കല്ലറകൾ സംരക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ള ഭാഗം സ്റ്റേഡിയം നിർമ്മിച്ച് നൽകാമെന്ന് സുരേഷ് ഗോപി നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളതാണ്. അവിടെ എംബസിയായിട്ട് സംസാരിച്ച വിഷയങ്ങളാണ്. അപ്പോൾ നമ്മൾ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും നമ്മൾ മാളയ്ക്ക് വേണ്ടി അവിടെ സ്റ്റേഡിയം നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. അതേപോലെ തന്നെ ജൂത സിനഗോഗ് നമ്മൾ സംരക്ഷിക്കുക. അതിനുപരിയായിട്ട് 3 പ്രബല ആരാധനാ കേന്ദ്രങ്ങളാണുള്ളത്. അതെന്ന് പറയുന്നത് അബ്രാമിക് മതങ്ങളുടെ അപൂർവ സംഗമസ്ഥലം കൂടിയാണ്. ആ 3 ഇതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ സ്വദേശി ദർശൻ 2.0 പദ്ധതി പ്രകാരം മാളയെ ഒരു പിൽഗ്രം ടൂറിസം കാറ്റഗറി ഉൾപ്പെടുത്തിക്കൊണ്ട് മാളക്കട അടക്കം നമ്മൾ ചെറിയ ബോട്ടിയായിട്ട് മറ്റുള്ള കാര്യങ്ങളും വെച്ചുകൊണ്ട് സംരക്ഷിക്കും. അതിനേക്കാൾ ഉപരിയായിട്ട് മത്സ്യ മാർക്കറ്റ് ഉണ്ട്. അത് നമ്മൾ സജ്ജീകരിച്ച് ആധുനിക രീതിയിലുള്ള ഒരു മത്സ്യ മാംസ വിപണന കേന്ദ്രവും അതിനോട് അനുബന്ധിച്ചിട്ട് സ്ലോട്ടറി മറ്റുള്ള കാര്യങ്ങളും നിർമ്മിക്കാൻ നമ്മൾ മാക്സിമം പരിശ്രമിക്കും. ഈ 9ാം വാർഡിലേക്ക് വരികയാണെങ്കിൽ മാളക്കളം ഇരിക്കുന്നത് എൻ്റെ വാർഡിനെ കേന്ദ്രീകരിച്ചാണ്, ഞാൻ ജനവിധി തേടുന്ന വാർഡിനെ കേന്ദ്രീകരിച്ചാണ്. അതിൻ്റെ ഒരു കോർണറിൽ നമ്മുടെ കൂനമ്പറമ്പ് കോളനി നിവാസികൾക്ക് വേണ്ടി ഒരു ഫുഡ് കോർട്ട് കാര്യങ്ങൾ ഞാൻ ജയിച്ചു വരികയാണ്. ഞാൻ അവിടെ തീർച്ചയായും കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനുള്ള ഉപരിയായിട്ട് കൂനമ്പറമ്പ് കേന്ദ്രീകരിച്ച് സമഗ്ര വികസനം കൊണ്ടുവരും. അത് നൈപുണ്യ വികസനം. കാരണം പറയാൻ കാര്യം എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ പഠിച്ചിറങ്ങിയ സ്റ്റുഡന്റ് എന്ന രീതി തന്നെയാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. 4 പദ്ധതികൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പദ്ധതികൾ ഞാൻ കൂനമ്പറമ്പിൽ ഞാൻ ഓൾറെഡി കൊണ്ടുവരാൻ എന്റെ കഴിവറെ ഞാൻ പരിശ്രമിക്കും. അത് ഞാൻ ജനങ്ങൾക്ക് വാക്ക് നൽകുന്നു. പ്രിയപ്പെട്ട ജനങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യിപ്പിക്കുക. നമസ്കാരം. താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ 9ാം വാർഡിലെ മാള ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിലെ സ്ഥാനാർത്ഥികളായിരുന്നു. നല്ല മഴയായിരുന്നു. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ടോക്ക് ഷോ നടത്തിയത്. എന്ത് തന്നെയായാലും UDFന്റെ സ്ഥാനാർത്ഥി ജിനേഷ്, അതോടൊപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി TP രവീന്ദ്രൻ, 2020 ജോയി ചേരിയകര,
BJP, നമ്മുടെ പ്രസ്റ്റോ സെൽവൻ, ഇതെല്ലാവരും തന്നെ മാളക്ക് സജീവമായിട്ടുള്ള നല്ല പൊതുപ്രവർത്തകരാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളാണ്. മാളയിലെ 2 വാർഡുകളാണ് എല്ലാവരും തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഇരിക്കുന്നത്. കാരണം 16-ാം വാർഡും 9-ാം വാർഡും ഇവിടെയാണ് ഒരു മത്സരം ശരിക്കും തിരിഞ്ഞ് നടക്കുന്നത്. എന്തു തന്നെയായാലും ഈ പറയുന്ന 4 സ്ഥാനാർത്ഥികളും വിജയിക്കാനുള്ള എല്ലാ ശ്രമവും ഇവർ ഒരുമിച്ച് നടത്തുന്നുണ്ട്. കാരണം അവരവരുടേതായ കഴിവുകൾ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാനുള്ള എല്ലാ ശ്രമവും അവർ നടത്തുന്നുണ്ട്. BJP ആയാലും കോൺഗ്രസ് ആയാലും സ്വതന്ത്രനായാലും 2020 ആയാലും ഇവരെല്ലാവരും തന്നെ അവരുടെ സ്വന്തം കഴിവുകൊണ്ട് വിജയിച്ചു വരട്ടെ, നാടിന് നന്മകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.